നമസ്കാരം. ജനുവരി 2025 തത്സമയ സംവാദത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് കടങ്ങോട് പഞ്ചായത്തിനെ പറ്റിയാണ്. പാരമ്പര്യ ശേഷിപ്പുകളാലും പ്രഖ്യാതരായ സാംസ്കാരിക നായരുടെ ജന്മസ്ഥലം എന്നതുകൊണ്ടും സവിശേഷ പ്രാധാന്യം അർഹിക്കുന്ന മേഖലയാണ് കടങ്ങോട് പഞ്ചായത്ത്. കടങ്ങോട് പഞ്ചായത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന ഒരു തദ്ദേശ സ്ഥാപനത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണം നടത്തുന്നത്. പഞ്ചായത്ത് രാജ് നിയമം വന്നതിന് ശേഷം കോൺഗ്രസ് നേതൃത്വമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഏറെ തവണയും അവിടെ ഭരണം നടത്തിയത്. എന്നാൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ഏറെ ശോഷിച്ചു. കോൺഗ്രസിന് 3 സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ. ചരിത്രത്തിൽ ആദ്യമായി BJP 2 സീറ്റ് സ്വന്തമാക്കിക്കൊണ്ട് പഞ്ചായത്തിനകത്ത് വിജയിക്കുകയും ചെയ്തു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലത്തിനകത്ത് കടങ്ങോട് പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനായിരുന്ന CPM-ലെ PS പുരുഷോത്തമനാണ്. ഭരണപക്ഷത്തെ പ്രതികരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പ്രതിപക്ഷത്തെ പ്രതികരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ സൈബുന്നിസ ഷറഫുമാണ്. BJP പ്രതികരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് KA അഭിലാഷ് ആണ്. 3 പേരെയും ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ചർച്ചയിലേക്കും അവലോകനത്തിലേക്കും കടക്കും മുൻപ് കടങ്ങോട് പഞ്ചായത്തിനെ പറ്റി ഞങ്ങൾ തയ്യാറാക്കി റിപ്പോർട്ട് കണ്ട ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ചരിത്രം, സാംസ്കാരികം, ഭൂപ്രകൃതി എന്നിവ കൊണ്ട് ഏറെ സവിശേഷതകളുള്ള പഞ്ചായത്താണ് കടങ്ങോട്. രാഷ്ട്രീയപരമായി നോക്കിയാൽ UDF-നും LDF-നും ഒരുപോലെ വേരോട്ടമുള്ള മണ്ണ്. ഇരുമുന്നണികളും പഞ്ചായത്ത് മാറി മാറി ഭരിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഭരണം കൈയാളുന്നത് LDF ആണ്. നിലവിലെ ഭരണസമിതിയിൽ BJP-യും ഇടം നേടിയെന്നതും ശ്രദ്ധേയമാണ്. കുന്നംകുളം താലൂക്കിൽപ്പെട്ട ചൊവ്വന്നൂർ ബ്ലോക്കിൽ 32.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് കടങ്ങോട്. വേലൂർ, ചൂണ്ടൽ, എരുമപ്പെട്ടി, പോർക്കുളം, കടവല്ലൂർ, ചൊവ്വന്നൂർ എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കടങ്ങോട് പഞ്ചായത്തിൽ 35,738 ജനസംഖ്യ. കൈക്കുളങ്ങര രാമവാര്യരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധി നേടിയ ഈ പഞ്ചായത്ത് സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ ഉൾപ്പെടെ അനേകം മഹാരഥന്മാരുടെ ജന്മഭൂമിക കൂടിയാണ്. ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ ചെറമനങ്ങാട് കുടക്കല്ല് പറമ്പും എയ്യാൽ ഗുഹയും വിനോദസഞ്ചാര കേന്ദ്രമായ കടങ്ങോട് മല്ലൻകുഴിയും കടങ്ങോട് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലൻപടിയിലെ ചെണ്ട നിർമ്മാണ കേന്ദ്രവും ഏറെ പ്രസിദ്ധമാണ്. UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ 2020 LDF-ന് തുടർഭരണമുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായി 2 BJP അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ 18 വാർഡുകളിൽ 11 വാർഡ് CPM-ഉം 1 സീറ്റ് CPI-യും സ്വന്തമാക്കി. 12 സീറ്റിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ LDF ഭരണം നിലനിർത്തി. കോൺഗ്രസ് 3 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങി. ചരിത്രത്തിൽ ആദ്യമായി BJP അംഗങ്ങളും 1 ലീഗ് സ്വതന്ത്രനും ഭരണസമിതിയിൽ ഇടം നേടി. CPM-ലെ മീന സാജനാണ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നത്. വാർഡ് വിഭജനത്തിൽ 3 വാർഡുകൾ കൂടി വർദ്ധിച്ച് ആകെ 21 വാർഡുകളായിട്ടുണ്ട്. UDF-ന്റെ ഉറച്ച കോട്ടകളിലൊന്നായിരുന്നു എക്കാലവും കടങ്ങോട് പഞ്ചായത്ത്. 2015 തെരഞ്ഞെടുപ്പിലാണ് UDF-ന്റെ അടിത്തറ ഇളകിയത്. ലീഗിന് അർഹമായ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് വലിയൊരു വിഭാഗം UDF വിട്ട് ജനകീയ വികസന മുന്നണി രൂപീകരിച്ച് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മത്സരിച്ചു. ഇതോടെ LDF വൻ ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തു. 2020 സീറ്റ് തർക്കത്തെ തുടർന്ന് മുന്നണി സംവിധാനം വിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും തനിച്ചാണ് മത്സരിച്ചത്. ലീഗുമായുള്ള ഭിന്നിപ്പും കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കവും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും കോൺഗ്രസിനെ ഇത്തവണയും കടുത്ത പരാജയത്തിലേക്ക് തള്ളിവിട്ടു. 5 വർഷത്തെ കാലാവധി അവസാനിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് സമഗ്ര വികസനത്തിന്റെ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ചുവെന്ന് LDF ഭരണസമിതി അവകാശപ്പെടുന്നു. അതിദാരിദ്ര്യമുക്തം ലൈഫ് ഭവനം, റോഡ്, വൈദ്യുതി, കുടിവെള്ളം, ആരോഗ്യം, കൃഷി, ജലസേചനം, മൃഗസംരക്ഷണം, അംഗനവാടികൾ, തൊഴിലുറപ്പ്, പട്ടികജാതി പട്ടികവർഗ ശിശു യുവജന വികസനം, സാമൂഹ്യ നീതി, കലാകായികം, വിദ്യാഭ്യാസം, ശുചിത്വം, ടൂറിസം തുടങ്ങി സമസ്ത മേഖലകളിലും വിസ്മയകരമായ വികസനം നടപ്പിലാക്കിയെന്ന് പ്രസിഡന്റ് മീന സാജൻ പറഞ്ഞു. ഏകദേശം 214 കോടികൾക്ക് കൂടുതൽ തുക നമ്മൾ ഓരോ മേഖലകളിലേക്ക് ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തരിശുരഹിത കൃഷിയുള്ള ഒരു പഞ്ചായത്തായി മാറ്റാൻ നമുക്ക് സാധിച്ചു. ഒപ്പം തന്നെയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാം, സബ് സെൻറ്ററിൽ നമുക്ക് 5 സബ് സെൻ്ററാണ് നമുക്കുള്ളത്. അതിലൊരു സബ് സെൻ്റർ നാമാവശേഷമായി കിടന്നിരുന്നത് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങാനുള്ള രീതിയിലേക്കുള്ള 55 ലക്ഷം രൂപ വെച്ചുകൊണ്ട് അതിൻ്റെ കെട്ടിടപ്പണി പൂർത്തീകരിക്കാൻ നിലയിലേക്ക് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഹോസ്പിറ്റലിൽ 2 ഡോക്ടർമാരുണ്ടായിരുന്ന ഉച്ചവരെ OP ഉണ്ടായിരുന്ന ആ ഹോസ്പിറ്റൽ ഇപ്പോൾ വൈകിട്ട് വരെ OP-യും 3 ഡോക്ടർമാരും 3 ഫാർമസിസ്റ്റും ഒരു ലാബും ലാബ് ടെക്നീഷ്യനും കൂടിയുള്ള ഒരു വിപുലമായ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു. LDF-ലെ പ്രധാന കക്ഷിയായ CPI പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടയ്ക്കിടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നതും CPM-ന് തലവേദന സൃഷ്ടിച്ചിരുന്നു. 10 വർഷം തുടർച്ചയായി ഭരിച്ച LDF പഞ്ചായത്തിൽ
വികസന മുരടിപ്പാണ് സൃഷ്ടിച്ചതെന്ന് കോൺഗ്രസും BJPയും ആരോപിക്കുന്നു. പാർപ്പിടം, കുടിവെള്ളം, റോഡുകൾ, കാർഷികം, ആരോഗ്യം, കായികം, വ്യവസായം, സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങി സർവ്വമേഖലകളിലും LDF ഭരണസമിതി വൻ പരാജയമായിരുന്നു. ഭൂരിഭാഗം ഗ്രാമീണ റോഡുകളും തകർന്ന് കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത സ്ഥിതിയിലായി. കാർഷിക മേഖലയെ സംരക്ഷിക്കുവാൻ ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കിയില്ല. കാട്ടുപന്നി, കുരങ്ങുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ നടപടിയില്ലാത്തത് കർഷകർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഭവനരഹിതരും പ്രാഥമിക ആവശ്യത്തിന് സൗകര്യമില്ലാത്തവരും ഓരോ വാർഡുകളിലും നിരവധിയാണ്. 2019 ശേഷം ഭവന നിർമ്മാണത്തിന് നിലവിലെ ഭരണസമിതി ഒരു അപേക്ഷ പോലും സ്വീകരിച്ചില്ല. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് കൃത്യമായ ഫണ്ട് ലഭിക്കാത്തതിനാൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കായിക താരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള യാതൊരു സൗകര്യവും ചെയ്തു നൽകിയില്ല. ഉള്ള ഗ്രൗണ്ടുകൾ ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലുമാണ്. പല അംഗൻവാടികളുടെയും അവസ്ഥ പരിതാപകരമാണെന്നും ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് മരുന്നും ജീവനക്കാരുമില്ലെന്നും പ്രതിപക്ഷത്തെ കോൺഗ്രസും BJPയും ആരോപിക്കുന്നു. ലൈഫ് മിഷന്റെ പിന്നെ ഭയങ്കര ഇതാണ്. എൻ്റെ വാർഡിൽ തന്നെ ഉണ്ട് 16 പേര് വീടിന്. അതിനാകെ 5-6 ആൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൂടാതെ സ്ഥലത്തിന് കൊടുത്തവര് 10-21 പേരുണ്ട്. ആകെ 2 പേർക്ക് കിട്ടിയുള്ളത്. വിധവകൾക്ക് പ്രത്യേകം പരിഗണന കൊടുക്കേണ്ടതാണ്. ഒരു കഴിവില്ലാത്ത പാവപ്പെട്ട വിധവകളുണ്ട്. അവർക്ക് ഇതുവരെ ലൈഫിന് ആകെ 2 പേർക്ക് കൊടുത്തിട്ടുള്ള സ്ഥലം 21 പേർക്ക്. ഗ്രാമീണ റോഡുകളുടെ കാര്യം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഒരു റോഡ് പണിതാൽ 6 മാസം കൊണ്ട് തകർന്നു പോവുക. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രാമീണ റോഡുകൾ 100 കണക്കിന് റോഡുകൾക്ക് വാർഡ് മെമ്പർമാർ അപേക്ഷ വെച്ചിട്ടുണ്ട്. ആ റോഡുകളൊന്നും കോൺക്രീറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് 1-2 റോഡുകൾ വെച്ചിട്ടാണ് ഓരോ വാർഡുകളിൽ കൊടുത്തിട്ടുള്ളത്. ആ മേഖല സമസ്ത മേഖലയിലേക്ക് ഉൾപ്പെടുന്ന രീതിയിൽ ആ റോഡ് മേഖലയും പാടെ അവഗണിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. തെരുവ് പട്ടികളുടെ വിഷയത്തിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ പ്രഖ്യാപിച്ചിട്ട് പോലും ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ അതിനുവേണ്ട ഒരു നടപടിയും ചെയ്തിട്ടില്ല. ഒട്ടനവധി കേന്ദ്ര ഫണ്ടുകൾ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും അത് കൃത്യമായി ഉപയോഗിക്കാൻ ഭരണസമിതി തയ്യാറായില്ലെന്ന ആക്ഷേപവും BJPക്കുണ്ട്. ഭരണസമിതിക്കെതിരെ ജനവികാരമുണർത്താൻ പ്രതിഷേധ സമരങ്ങളുമായി കോൺഗ്രസും BJPയും രംഗത്തു വന്നിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് LDFന്റെ പ്രതികരണം. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചെറമ്മനങ്ങാട് കുടക്കൽ പറമ്പും എയ്യാൽ ഗുഹയും കൊണ്ട് ഏറെ പ്രസിദ്ധമാണ് കടങ്ങോട് പഞ്ചായത്ത്. വികസന നേട്ടങ്ങളുടെ നീണ്ട പട്ടിക ഉയർത്തിക്കാട്ടി LDF തുടർ ഭരണത്തിന് ശ്രമിക്കുമ്പോൾ UDFിലെ ഐക്യം ഊട്ടിയുറപ്പിച്ചും വികസന പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് UDF. അതോടൊപ്പം തന്നെ ഭരണസമിതിയിലേക്ക് കൂടുതൽ അംഗങ്ങൾ എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് BJPയും. പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ശ്രീ PS പുരുഷോത്തമൻ, നമുക്കറിയാം കോൺഗ്രസിന്റെ കുത്തകയാർന്ന തദ്ദേശ സ്ഥാപനത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഭരണം നടത്തുന്നത് CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 200 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനം നടപ്പാക്കാൻ സാധിച്ചുവെന്ന് റിപ്പോർട്ടിൽ മീന സാജൻ പറയുന്നു. എത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടിയാണ് പഞ്ചായത്തിലെ ജനങ്ങളെ LDF നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് 2020 അധികാരത്തിൽ വന്നതിൻ്റെ ഭാഗമായി 18 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. 18 വാർഡുകളും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ മേഖലകളിലേക്കും വികസനം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ഒരുപോലെ തന്നെ ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് തന്നെ വാർഡുകളിലെ വികസനം നമുക്ക് നടത്തി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുഭരണം എന്ന രീതിയിൽ നമുക്ക് നികുതി പിരിവ് 100% ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതി ഫണ്ടുകൾ നമുക്ക് 100%ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുവെ വരുന്ന ISO സർട്ടിഫിക്കറ്റ് സാക്ഷ്യപത്രം ലഭിച്ച ഒരു ഓഫീസായി ഫ്രണ്ട് ഓഫീസ് സംവിധാനം രൂപപ്പെടുത്തി ഹെൽപ്പ് ഡെസ്ക് നമ്മൾ അതിൻ്റെ ഭാഗമായി കുടുംബശ്രീയുടെ ഭാഗമായിട്ട് അതിന് കൊണ്ടുവന്നു. ക്യാൻറ്റീൻ സൗകര്യങ്ങൾ ഒരു പൊതു ഭരണം എന്ന രീതിയിൽ പഞ്ചായത്തിൻ്റെ പൊതുവായി വരുന്ന വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമസഭകളും അതുപോലെ തന്നെ വികസന സെമിനാറും എല്ലാം നമുക്ക് കൃത്യമായ ആളുകളെ പങ്കെടുപ്പിച്ച് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 100% SC ഫണ്ട് ചെലവഴിച്ചതുകൊണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഡോക്ടർമാരെ വെച്ച് ഏകദേശം 5 മണി വരെ അതിൻ്റെ OP നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 300 പേര് ഒരു ദിവസം OP ടിക്കറ്റുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അവരുടെ ചികിത്സ ഇപ്പം മരുന്നുകളെല്ലാം സൗജന്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 20 ഓരോ മാസവും നമുക്ക്, അതായത് ഓരോ വർഷവും 20 ലക്ഷം രൂപയോളം നമുക്ക് അതിനു വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഫണ്ട് കണ്ടെത്തി ആ മേഖലയ്ക്കകത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ആംബുലൻസ് സൗകര്യം നമ്മുടെ ഭാഗങ്ങളിലുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ ചെലവഴിക്കുന്നത്.
തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവഴിക്കുന്ന ഒരു പഞ്ചായത്താണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത്. അതിൽ വിത്തും വളവും അതുപോലെ തന്നെ കൂലിച്ചെലവും എല്ലാം സൗജന്യമാണ്. അതുകൊണ്ട് തന്നെ 500 ഹെക്ടറോളം വരുന്ന പാടശേഖരങ്ങൾ മുണ്ടകൻ കൃഷിയും 300 ഹെക്ടറോളം വരുന്ന സ്ഥലങ്ങൾ വിരിപ്പ് കൃഷിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തരിശുരഹിത പഞ്ചായത്തായി മാറിയിരിക്കുകയാണ്. 18 പാടശേഖര സമിതികളുണ്ട്. എല്ലാവരും ഒരുപോലെ അതിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രവാസി തൊഴിൽ മേഖലകൾ സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 313 സംരംഭങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 715 പേർക്ക് തൊഴിൽ ആ രീതിയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമീണ ടൂറിസത്തിൻ്റെ ഭാഗമായി പറയുകയാണെങ്കിൽ സംസ്ഥാനത്തിനകത്ത് ഗ്രാമീണ ടൂറിസത്തിൻ്റെ ഭാഗമായി നമ്മുടെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനെ ആ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമുക്ക് നല്ലപോലെ ഇത്തരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുള്ള കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനെ ആ രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് ഏകദേശം വരുന്ന 326 പേരാണ് ലൈഫ് പദ്ധതിയിൽ വീട് എന്ന രീതിയിലും SCയും ജനറും കൂടി വീടും സ്ഥലമുള്ളവർക്ക് വീട് എന്ന രീതിയിൽ 326 പേരാണ് എഗ്രിമെൻ്റ് എന്ന രീതിയിൽ എല്ലാവരോടും എഗ്രിമെൻ്റ് വെക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 178 എണ്ണം പൂർത്തീകരണം കഴിഞ്ഞിട്ടുണ്ട്. 98 എണ്ണം ഏതാണ്ട് പൂർത്തീകരണ വേളയിലാണ്. അതിൻ്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തും കിട്ടുന്ന ഫണ്ടുകൾ മുഴുവൻ ആ മേഖലയ്ക്കകത്ത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വീടും സ്ഥലവും എന്ന രീതിയിൽ തന്നെ ഏകദേശം 30 പേരോളം എഗ്രിമെൻറ്റിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 95ഓളം പേരാണ് അതിൻ്റെ ഭാഗമായി വരുന്നത്. ശുചിത്വം അതിൻ്റെ ഭാഗമായി നമുക്കറിയാം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ശുചിത്വത്തിൻ്റെ ഭാഗമായി 36 ഹരിതകർമ്മസേന അംഗങ്ങൾ നമുക്ക് 18 വാർഡുകളിലായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 3 മിനി MCF 18 വാർഡുകളിൽ ഏകദേശം 64 എണ്ണം നമുക്ക് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശുചിത്വം എന്ന രീതിയിൽ തന്നെ അതിനെ കൊണ്ടെടുക്കാൻ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു മിനി MCF ആണ് ബെയിലിംഗ് മെഷീനോട് കൂടി അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുപ്പി ബൂത്തുകൾ ഏകദേശം 100 എണ്ണം നമ്മൾ ഇതിൻ്റെ ഭാഗമായി വെച്ചിട്ടുണ്ട്. 3 വണ്ടികൾ അതിൻ്റെ ഭാഗമായി ഇത് ചെയ്തിട്ടുണ്ട്, വരുന്നുണ്ട്. പശ്ചാത്തല മേഖലയിൽ നമുക്കറിയാം റോഡുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമാക്കി. നമുക്കറിയാം കഴിഞ്ഞ 5 വർഷവും ഈ 5 വർഷവും കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനകത്ത് ഇനി ഏകദേശം വരുന്ന റോഡുകൾ ചില റോഡുകൾ എന്ന രീതിയിൽ തന്നെ മുഴുവൻ റോഡുകളും നമുക്ക് സഞ്ചാരയോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറിങ്ങും റീടാറിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനകത്ത് വേറൊരു പഞ്ചായത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് എല്ലാ റോഡ് വഴിയും പ്രധാന റോഡുകളിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാക്കിക്കാവ് ബൈപ്പാസ് റോഡ് നമുക്കറിയാം 55 ലക്ഷം രൂപയോളം അതിന് ചെലവഴിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ എരുമപ്പെട്ടി കടങ്ങോട് റോഡ്, അതുപോലെ ഇയാല ആദൂർ റോഡ്, അതുപോലെ തന്നെ നീണ്ടൂർ ആദൂർ റോഡ്, വെള്ളർക്കാട്, അങ്ങനെ ചാവക്കാട് റോഡ് വരുന്ന വടക്കാഞ്ചേരി കുന്നോളം റോഡ്, എല്ലാ റോഡുകളും BMBC ലെവലിൽ നല്ല രീതിയിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനകത്ത് 3/4 ഭാഗത്തോളം കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനോളം കടന്നു പോകുന്ന മേഖലയാണ്. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ആ രീതിയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അംഗൻവാടികൾ നേരത്തെ പറഞ്ഞ പോലെ 4 സ്മാർട്ട് അംഗൻവാടികൾ പുതുതായി പണികഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റും ഏകദേശം വരുന്ന 30 അംഗൻവാടികളിൽ പരമാവധി അവരുടെ ഏതെല്ലാം രീതിയിൽ അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. അവർക്ക് ആവശ്യമായതെല്ലാം വനിതാ ജിമ്മ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വടക്കാഞ്ചേരി കുന്നോളം റൂട്ടിൽ ഒരു ATM ആകെ വരുന്ന ആ റോഡിനകത്ത് വരുന്ന ഒരു ATM കുടിവെള്ള പദ്ധതി സംവിധാനമുണ്ട്. 1 ലിറ്റർ വെള്ളത്തിന് 10 രൂപ, 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളവും 5 രൂപയ്ക്ക് 5 ലിറ്റർ വെള്ളം കൊടുക്കുന്ന ഒരു സേവനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് നമുക്ക് മണ്ടംപറമ്പ് സ്കൂൾ, ഹൈസ്കൂള്, മരത്തുമൂട് ഹൈസ്കൂൾ, പാറപ്പുറം സ്കൂൾ ഏകദേശം വരുന്ന 1 കോടി രൂപയോളം 20 അതായത് ആ സ്കൂളിന് മര്യാദ ഈ SCU അതായത് MLA ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ആ പാറപ്പുറം സ്കൂൾ പൂട്ടാറായ ഒരു സ്കൂളിൽ ഇപ്പോൾ 500ഓളം കുട്ടികൾ പഠിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കും ആവശ്യമായ സേവനങ്ങൾ, കുടിവെള്ള പദ്ധതികൾ നേരത്തെ ഇവിടെ ലോറിയിൽ ഇപ്പോൾ നമ്മൾ കുടിവെള്ള പദ്ധതി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ലോറി അതെല്ലാം കുറച്ച് കൊണ്ടുവന്ന് ഏകദേശം വരുന്ന 80ഓളം കുടിവെള്ള പദ്ധതികൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഗതാഗത മേഖലയും എല്ലാ മേഖലയ്ക്കകത്തും നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയാം. തീർച്ചയായും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സാധിച്ചു എന്നാണ് പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ പറയുന്നത്. കോൺഗ്രസ് എങ്ങനെയാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ LDF ഭരണത്തെ നോക്കിക്കാണുന്നത്? എല്ലാ വാർഡുകളിലേക്കും കൃത്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ LDF ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രതിപക്ഷ വാർഡുകളോട് വളരെ അവഗണനയാണ് കാട്ടിയിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഫണ്ടിനനുസരിച്ച് ഞങ്ങളുടെ 3 വാർഡുകളെ വളരെ അവഗണിച്ചുകൊണ്ടാണ് റോഡിൻ്റെ കാര്യമായാലും എനിക്കിപ്പോൾ 5 വർഷമായിട്ട് ഞങ്ങൾക്ക് ആകെ 2 കോൺക്രീറ്റ് റോഡാണ് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ
റോഡൊക്കെ തകർന്നു തുടങ്ങി. നമ്മുടെ പ്രധാന കേന്ദ്രമായ പന്നിത്തടം റോഡ്, ബൈപ്പാസ് റോഡിൽ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഒരു ആളുകൾക്ക് കാത്തു നിൽക്കാൻ ഒരു ബസ് സ്റ്റോപ്പില്ല. അത് ഏറ്റവും വളരെ വലിയൊരു കുറവാണ് കടങ്ങോട് പഞ്ചായത്തിൻ്റെ. 4 ഭാഗത്തും നിൽക്കാൻ ഇല്ല ആളുകൾക്ക്. റോഡ് നന്നാക്കിയെന്ന വികസനത്തിന് ആരും എതിരല്ല, പക്ഷേ ആളുകൾക്ക് സഞ്ചരിക്കാൻ പിന്നെ ബസ് കാത്തു നിൽക്കാൻ രോഗികൾ രാവിലെയൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് ഒരുപാട് രോഗികൾ വന്ന് തളർന്ന് നിൽക്കുകയാണ് വെയിലും കൊണ്ടിട്ട് 4 ഭാഗത്തും. അത് ഏറ്റവും വലിയ ഒരു പരാജയം പഞ്ചായത്തിന്. ഈ പന്നിത്തടത്തിൻ്റെ ഈ കേന്ദ്ര ബിന്ദുവായ പന്നിത്തടത്ത് ഒരു ബസ് സ്റ്റോപ്പില്ല. അതാണ് ഏറ്റവും വലിയ പരാജയം. അത് ഞങ്ങൾ വളരെയധികം പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ നടപ്പിലാക്കില്ല. അത് വളരെ വലിയ കടങ്ങോട് പഞ്ചായത്തിൻ്റെ വളരെ വലിയൊരു പരാജയം തന്നെയാണ്. ഇല്ല. കൂടാതെ കാർഷിക മേഖലയിലെ കടങ്ങോട് പഞ്ചായത്തിലെ ഒരുപാട് ആളുകൾ കാർഷിക മേഖലയെ സ്വാധീനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രധാനപ്പെട്ട ഒരുപാട് കർഷകരുള്ളൊരു പഞ്ചായത്താണ്. എല്ലാ നിലയിലും പരാജയം തന്നെയാണ്. പ്രതിപക്ഷ വാർഡുകളോട് ഈ കോൺക്രീറ്റ് റോഡിൻ്റെ കാര്യത്തിൽ ഈ 5 വർഷമായിട്ടും ഞങ്ങൾ വളരെ സമരം ചെയ്തും ഒക്കെയാണ് ഞങ്ങൾക്ക് 2 കോൺക്രീറ്റ് റോഡുകൾ കിട്ടിയിട്ടുള്ളത്. അത് അധികം ദൂരമൊന്നുമില്ല. അതേപോലെ പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് സ്ട്രീറ്റ് മെയിൻ വലിച്ചിട്ടില്ല. കൂടാതെ നമ്മുടെ ലൈഫ് പദ്ധതിയിൽ എനിക്ക് തന്നെ ഒരുപാട് ആളുകൾ ലൈഫ് പദ്ധതിയിലുണ്ട്, ലിസ്റ്റിൽ വന്നതാണ്. പക്ഷേ 5-6 പേർക്കാണ് വീടുകൾ കിട്ടിയിട്ടുള്ളൂ. അതുകൂടാതെ വിധവകൾ, ജനറലായ വിധവകൾ, അവർ SC അല്ല, അതൊരു നമ്മുടെ കുറവല്ല. പക്ഷേ അവർക്കൊന്നും സ്ഥലവും വീടും ഉള്ളവർക്ക്, അവർ കൊടുത്തവർക്ക് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തെരുവ് നായ ശല്യം വളരെയധികം ഉണ്ട്. എന്നും നമ്മൾ പരാതി കൊടുത്തിട്ടും അതിനൊരു നടപടിയും വന്നിട്ടില്ല ഇതുവരെ. ഇത്തരം കാര്യം സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും BJP അംഗത്തിന് എങ്ങനെയാണ് കഴിഞ്ഞ വർഷമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് BJP അക്കൗണ്ട് തുറക്കുന്നത്. കഴിഞ്ഞ 5 വർഷം അവിടെ അംഗമെന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ വാർഡുകളോടുള്ള വിവേചനം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് ഭരണപക്ഷത്തെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും നോക്കി കാണും? ഏകദേശം 76 വർഷം ആയി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചിട്ട്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ 35,000-ഓളം ആളുകൾ താമസിക്കുന്ന കുറേ കോളനികൾ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുള്ള വളരെ നല്ലൊരു ഗ്രാമപഞ്ചായത്താണ്. അവിടെ മാറി മാറി കോൺഗ്രസും CPM-ഉം നേതൃത്വം കൊടുത്ത് ഭരണസമിതികളാണ് ഇത്രയും വർഷം ഭരിച്ചിട്ടുള്ളത്. നമുക്ക് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഏറ്റവും ആദ്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. സാധാരണക്കാരായി ജീവിക്കുന്ന അത്രയും ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ ഈ ഭരണസമിതികൾ മാറി മാറി ഭരിച്ചിട്ടുള്ള ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് BJPക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്. ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങളായിട്ടുള്ള കുടിവെള്ളം, അതുപോലെ തന്നെ പാർപ്പിടം, കാർഷിക മേഖല, അതുപോലെ തന്നെ ശൗചാലയങ്ങൾ, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ, ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകൾക്കും, അതുപോലെ തന്നെ ആശുപത്രി സംവിധാനങ്ങൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള കായിക താരങ്ങളുടെ ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള ഈ എല്ലാ മേഖലയിലും അടിസ്ഥാന സൗകര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ ഈ ഭരണസമിതികൾക്ക് സാധിച്ചിട്ടില്ല. വർഷങ്ങളായിട്ട് ഭരിച്ചു വരുന്ന ആളുകൾ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട്. ആ തരത്തിലല്ലാതെ ഒരു പുതിയൊരു സംവിധാനം കൊണ്ടുവന്ന ഒരു മാറ്റം കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നമുക്ക് സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ മാറ്റമെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇന്ന് ഭാരതത്തെ ലോക രാജ്യങ്ങളെല്ലാം നോക്കി കാണുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർബന്ധമായിട്ട് എടുക്കേണ്ട പദ്ധതികൾ മാത്രമല്ലാതെ വീണ്ടും ചോദിച്ചു വാങ്ങിക്കാനോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വികസനത്തിന് വേണ്ടി സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ കിട്ടുന്ന സാഹചര്യത്തിൽ നിന്ന് വാങ്ങിക്കാനോ കൊണ്ടുവരാനോ തയ്യാറാവാത്ത ഭരണ സംവിധാനമാണ് 5 വർഷം കടന്നുപോയിട്ടുള്ളത്. സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. കുടിവെള്ളമാണെങ്കിലും പട്ടയമാണെങ്കിലും വീടാണെങ്കിലും ശൗചാലയമാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടാണെങ്കിലും 3700-ഓളം ആളുകൾ കുടുംബശ്രീ അംഗങ്ങളുള്ള ആളുകൾക്ക് ഒരു സംരംഭം തുടങ്ങാനോ ഒരു കുടിൽ വ്യവസായം തുടങ്ങാനോ വ്യവസായങ്ങൾ കൊണ്ടുവരാനോ സാധിക്കാത്തൊരു
ഗ്രാമപഞ്ചായത്തായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തെരുവ് പട്ടിയിൽ നിന്ന് കടങ്ങോട് പഞ്ചായത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ പോലും പറ്റാത്ത ഒരു ഷെൽട്ടർ പണിയാനോ അതല്ലെങ്കിൽ ആ തെരുവ് പട്ടികളെ പിടിച്ച് ഷെൽട്ടറിലാക്കി ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് ഒരു ഭരണ സംവിധാനം കടന്നുപോയിട്ടുണ്ട് ഈ 5 വർഷം. അതുപോലെ തന്നെ പ്രതിപക്ഷ മെമ്പർമാരുടെ കാര്യം പറഞ്ഞാൽ പ്രതിപക്ഷ വാർഡുകളിലേക്ക് അവഗണന 100% അവഗണന ഉണ്ടായിട്ടുണ്ടെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേരത്തെ ഇവിടുത്തെ കോൺഗ്രസ് മെമ്പർ പറഞ്ഞതുപോലെ കോൺക്രീറ്റ് റോഡുകളുടെ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡുകൾക്ക് അപേക്ഷകൾ വെച്ചിട്ടുണ്ട്, ഓരോ വാർഡിലും വെച്ചിട്ടുണ്ട്. അതൊന്നും പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതൊരു പരാജയം തന്നെയാണ്. കാരണം ആളുകളെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പോലും നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വന്നിട്ടുള്ളത്. എന്നാൽ ചില പദ്ധതികളെല്ലാം ഭരണപക്ഷത്തിന് കൂടുതൽ കൊടുക്കുന്നൊരു തരത്തിലുള്ളൊരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലുള്ള കടങ്ങൂർ ഗ്രാമപഞ്ചായത്താണ്. ഒട്ടനവധി പ്രശ്നങ്ങൾ ജനങ്ങൾ നീറുന്ന പ്രശ്നങ്ങളുണ്ട്. ഒരു റോഡ് ഉൾപ്പെടെ സഞ്ചരിക്കാനുള്ള റോഡ് പണിതാൽ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ആ റോഡ് തകർന്നു പോകുന്ന സാഹചര്യമാണ്. നമ്മൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് 5 ലക്ഷത്തോളം 4 ലക്ഷം 5 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് 100 മീറ്ററെങ്കിലും റോഡ് പണിയുക. ആ പണിയുന്ന റോഡുകളെല്ലാം തകർന്നു പോകുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. മഴക്കാലത്ത് പോലും കുടിവെള്ളം കിട്ടാത്തൊരു ഗ്രാമപഞ്ചായത്താണ് കടങ്ങൂർ ഗ്രാമപഞ്ചായത്ത്. ആ മഴക്കാലത്ത് പോലും കുടിവെള്ളം കിട്ടാത്ത പഞ്ചായത്തിൽ ഒരു വർഷത്തിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വണ്ടിവെള്ളം അടിക്കുന്ന പഞ്ചായത്താണ്. വണ്ടിക്ക് ടെൻഡർ വെച്ചിട്ട് ടാങ്കർ ലോറികൾ വെള്ളമടിക്കുന്ന പഞ്ചായത്തായിട്ട് പോലും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. നമ്മുടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഗുണഭോക്താക്കൾ 10% പൈസ എടുത്തിട്ട് ചെയ്യുന്നൊരു പദ്ധതിയാണ് ജലജീവൻ പദ്ധതി. 5300ഓളം വീടുകളിലേക്ക് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ കിട്ടേണ്ട ആ കുടിവെള്ള പദ്ധതി ഇന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുക. പാതി വഴിയിൽ നിർത്തിയിടുകയാണ് ആ പദ്ധതിയെ. കാരണം ഇത്രയധികം ആളുകൾക്ക് കുടിവെള്ളം കിട്ടേണ്ട ഒരു പദ്ധതിയെ തകർത്ത് കളഞ്ഞൊരു ഗ്രാമപഞ്ചായത്താണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത്. ജനകീയ പ്രശ്നങ്ങൾ അവരുടെ അത്രയും അത്യാവശ്യപ്പെട്ട ജനകീയ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ പറ്റാത്തതാണ് ഈ ഭരണസമിതിക്കുള്ള ഏറ്റവും വലിയ പ്രതിഷേധം. അതാണ് വിവേചനങ്ങളും അതുപോലെ തന്നെ അഴിമതിയും അതുപോലെ കെടുകാര്യസ്ഥിതിയും ഒരു കൃത്യമായിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ പറ്റാത്തൊരു ഭരണസമിതിയാണ്. നമുക്ക് സാധാരണ ജനങ്ങൾക്ക് പഞ്ചായത്തിലേക്ക് കയറി വരുമ്പോൾ ഒരു ഹെൽപ്പ് ഡെസ്ക് സംവിധാനമുണ്ട്. ഹെൽപ്പ് ഡെസ്ക് സംവിധാനത്തിൽ ആ പ്രശ്നം പരിഹരിക്കണ്ടേ, അത് പ്രശ്നം പരിഹരിക്കാതെ അവർ വരുന്ന ആളുകളെ 2, 3, 4 വട്ടം തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന സംവിധാനം നിലവിൽ പല സാഹചര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ പറ്റാത്ത ഹെൽപ്പ് ഡെസ്ക് സംവിധാനമുണ്ട്. ആരോഗ്യ മേഖലയാണെങ്കിലും എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും പരാജയമാണ്. ആ പരാജയം ഉള്ളത് കൃത്യമായിട്ട് എടുത്തു പറയാൻ BJPക്ക് സംവിധാനത്തിന് സാധിക്കും. തീർച്ചയാണ്, നിലപാട് വ്യക്തമാണ്. എന്താ വൈസ് പ്രസിഡന്റ്, പ്രതിപക്ഷ വാർഡുകളോട് ഭയങ്കര വല്ലാത്ത വിവേചനമുണ്ട്. അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാൻ സാധിക്കാത്ത ഒരു ഭരണസമിതി 10 വർഷം പിന്നിടുകയാണ്. 3ാം ടൈമിൽ വരുമ്പോൾ എങ്ങനെ ജനങ്ങളെ മുഖത്തേക്ക് നോക്കുന്നതാണ്? കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷ മെമ്പർമാർ എന്താണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയില്ല. സ്ട്രീറ്റ് ലൈറ്റ് എല്ലാ വാർഡുകളിലും എല്ലാ ഇടവഴികളിലും സ്ട്രീറ്റ് മെയിൻ വലിച്ച് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ അതാത് പഞ്ചായത്ത് മെമ്പർമാർക്കാണ് അധികാരം കൊടുത്തത്. ആ വാർഡിൽ ഒരു സ്ഥലം പോലും സ്ട്രീറ്റ് ലൈറ്റ് വലിക്കാത്തത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കൊടുത്തതിൽ നിന്നും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതാത് വാർഡ് മെമ്പർമാരുടെ കുറവാണ്, കഴിവ് കുറവാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയില്ല, ഏറ്റവും കൂടുതൽ ഇപ്പോൾ BJP മെമ്പർ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ വാർഡിലാണ് ഏറ്റവും കൂടുതൽ കിലോമീറ്ററിൽ സ്ട്രീറ്റ് ലൈറ്റ് വലിച്ചിട്ടുള്ളത്. 1ാം വാർഡ് പ്രതിപക്ഷത്തിൻ്റെ വാർഡാണ്. ഏകദേശം 150 ബൾബ് സ്ട്രീറ്റ് മെയിൻ വലിച്ചിട്ടിട്ടു. നമ്മൾ ഏകദേശം വരുന്ന 1.5 കോടിയോളം രൂപയാണ് ഈ പദ്ധതിക്ക് നമ്മൾ വകയിരുത്തിയത്. അതിൻ്റെ ഭാഗമായി എല്ലതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വാർഡുകളിൽ ഇവർ പറഞ്ഞ കുറവുണ്ടെങ്കിൽ അത് അവരുടെ കുറവായിട്ടാണ് നമ്മൾ പറയുള്ളൂ. ബാക്കിയെല്ലാം ഗ്രാമീണ റോഡുകൾ തകർന്നതായിട്ടൊന്നും കാണാൻ കഴിയില്ല. എല്ലാ റോഡുകളും കൃത്യമായി അതിൻ്റെ റീടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ മെമ്പർമാർ പറയുന്ന റോഡുകളാണ് നമ്മൾ റീടാർ ചെയ്യുക. അവരുടെ വാർഡുകളിൽ ആദ്യം ഏത് ചെയ്യണമെന്ന് അവർ പറയുമ്പോൾ അത് നമ്മൾ കൊടുത്ത് അതിൻ്റെ ഫണ്ട് വകയിരുത്തി ചെയ്യലാണ്. ഇനി അത് അവർ പറയുന്ന ഏതെങ്കിലും റോഡുകൾ അവരല്ലാതെ ഗ്രാമസഭയ്ക്കകത്തോ ഇല്ലെങ്കിൽ നമുക്ക് പറയുമ്പോഴോ അവർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ കുറവാണ് വരിക എന്ന് നമ്മൾ പറയുന്നത്. നമ്മളും ഒരു വാർഡ് മെമ്പറാണല്ലോ. ആദ്യം ഏത് ചെയ്യണമെന്ന് അവർക്ക് തോന്നിയില്ലെങ്കിൽ അത് ചെയ്യാത്ത റോഡുകൾ ആ ഭാഗങ്ങളിലായിട്ട് കിടക്കുമെന്നുള്ളതാണ്. പ്രതിപക്ഷ വാർഡുകളോട് ഒരു അവഗണനയില്ല. മിനിമാസ്റ്റ് എല്ലാ വാർഡുകളിലും 2 ഇതാണ് മിനിമാസ്റ്റ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് എല്ലാ വാർഡുകളിലും. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ കാര്യം ഇവിടെ സൂചിച്ചു. ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് PWD റോഡാണത്. ആ റോഡിനകത്ത് ഇപ്പോൾ റോഡ് എന്ന രീതിയിൽ നല്ല ബൈക്കിക്കാവ് ബൈപ്പാസ് റോഡ് വന്നിട്ടുണ്ട്.
കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ റോഡ് എന്ന് പണി തുടങ്ങാൻ തീരുമാനിച്ചോ അന്ന് തൊട്ടിട്ട് അതിനെ ഇല്ലാതാക്കാൻ വികസനം വിരോധികൾ എന്ന രീതിയിൽ തന്നെയാണ് അതിനെ കണ്ടുവന്നിരുന്നത്. എല്ലാ പണികളും കഴിഞ്ഞു. അതിന് സിഗ്നലിൻ്റെ മുകളിൽ കുറേ സമരങ്ങൾ നടത്തി, അത് വന്നു. ഇപ്പോൾ ഇതെല്ലാം ആ റോഡിനോടനുബന്ധിച്ച് വരുന്ന സംവിധാനങ്ങളാണ്. ഇനി ബസ് സ്റ്റോപ്പ് വരും, അത് പഞ്ചായത്തിനെ കൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് അപേക്ഷ കൊടുക്കാം. ബസ് സ്റ്റോപ്പ് അതിൻ്റെ ഭാഗമായി വരും. അവിടെ ഉണ്ടായിരുന്ന ഒരു ബസ് സ്റ്റോപ്പ് തകർത്ത് കളഞ്ഞവരാണ്. അത് അതിൻ്റെ ഇരുട്ടിൻ്റെ മറവിൽ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് വന്നിരുന്നു. ആ സമയത്ത് അവിടുത്തെ CCTV ഒന്നും വർക്ക് ചെയ്യാത്ത ഒരു രീതിയിൽ ആ ബസ് സ്റ്റോപ്പിനെ അവർ തകർത്ത് കളഞ്ഞു. മറ്റേ തെരുവുനായ നമുക്കറിയാലോ, കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് അതിൻ്റെ ഭാഗമായി വരുന്നത്. നായ കൊല്ലാൻ പാടുമോ? നായനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നായന് ഷെൽട്ടർ രൂപീകരിക്കാൻ പറഞ്ഞു. ഷെൽട്ടർ എന്ന രീതിയിൽ രൂപീകരിക്കാൻ ആരാ തയ്യാറാവുന്നത്? നായയെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനകത്ത് എല്ലാ വർഷവും 200 കുത്തിവയ്പ്പുകൾ നമുക്ക് അതിനെ പറ്റുള്ളൂ. അതായത് വന്യകരണം ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായി ഓരോ വർഷവും നമ്മൾ 200 നായ്ക്കളെ ഏറ്റവും ഇതിൽ ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ BJP മെമ്പർ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വാർഡിലാണ് കുറച്ച് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായൊക്കെ പോകുന്നുണ്ട്. വന്യമൃഗങ്ങളെ കുറിച്ച് നമുക്ക് ഇപ്പോൾ പന്നികളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊല്ലാൻ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, അധികാരം. അതിൻ്റെ ഭാഗമായി അത് ചെയ്യുന്നു. പട്ടയം നമ്മൾ ഏകദേശം വരുന്ന ഈ 5 വർഷത്തിൻ്റെ 250ഓളം പേർക്ക് പട്ടയം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റ് റോഡുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞോട്ടെ, ഇവരുടെ വാർഡുകളിൽ ഇവർ തിരഞ്ഞെടുത്ത് വന്ന ആ സമയത്ത് 2020 എത്ര കോൺക്രീറ്റ് റോഡുകൾ പണിതിട്ടുണ്ട്? അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ വാർഡുകളിലൊക്കെ കോൺക്രീറ്റ് റോഡുകൾ അധികമൊന്നും ചില വാർഡുകളിലൊക്കെ ഉണ്ടാകാം. പക്ഷേ അതെല്ലാം നമ്മൾ ഒരു 5 വർഷം കൊണ്ട് തന്നെ അല്ലതുമല്ലോ. ഏകദേശം വരുന്ന 300-ഉം ഇപ്രാവശ്യം 105-ഉം 450 അല്ല, ബാക്കിയുള്ള റോഡുകൾ അവിടെ ഇല്ല, എല്ലാം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ റോഡ് പണിയുമ്പോൾ നമുക്ക് അവർ ഇങ്ങോട്ട് എഴുതി തരണം. പഞ്ചായത്ത് സെക്രട്ടറിക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്ന മുറയ്ക്കാണ് നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതുപോലെ നിൽക്കുന്ന റോഡുകളെ ഇനി ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു 5 വർഷം കൊണ്ട് ഇത്രയും കഴിഞ്ഞു. ഇനി തുടർച്ചയായിട്ടുള്ള ഭരണത്തിൽ അതുണ്ടാവും. ഇത്ര തന്നെയാണ് പറയുന്നത്. ഇതിലെ BJPക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ട്? യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനം കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. വൈസ് പ്രസിഡന്റ് പറഞ്ഞതിൽ കാര്യങ്ങളുണ്ട്. പക്ഷേ 100% പരാജയമാണ്. ഒരു തെരുവ് പട്ടി പ്രശ്നം കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 100-ൽ കൂടുതൽ ആളുകളെ തെരുവ് പട്ടികളും പേവിഷബാധയുള്ള പട്ടികളും കടിച്ചിട്ടുണ്ട്. ഈ കടിച്ച ഒരാൾക്ക് പോലും ധനസഹായം കൊടുക്കാനോ ആ പട്ടികളിൽ നിന്ന് ആ ജനങ്ങളെ സംരക്ഷിക്കാനോ പഞ്ചായത്ത് സംവിധാനം തയ്യാറായിട്ടില്ല. ആ നാട്ടിലെ ആളുകൾ, അവിടുത്തെ പ്രദേശവാസികൾ ഇടപെട്ടുകൊണ്ടിട്ടാണ് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചത്. നമുക്കൊന്ന് അറിയാൻ സാധിക്കും, കാലത്ത് നേരത്തെ 6 മണി മുതൽ തന്നെ ഈ കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ആളുകളുടെ ജീവന് ഒരു സംരക്ഷണം കൊടുക്കാൻ തെരുവ് പട്ടി വിഷയത്തിൽ കടങ്ങോട് പഞ്ചായത്ത് ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഇവർ പറയുന്ന കേന്ദ്ര നയം ആണെന്ന് ഇവർ പറയുമ്പോഴും കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഈ CPM നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്തിന് ഈ നാട്ടിലെ ജനങ്ങളോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം ആ നാട്ടിലെ ജനങ്ങളോടുണ്ടെങ്കിൽ ഈ കടിക്കുന്ന ആളുകൾക്ക് ഒരു ധനസഹായം പാസ്സാക്കാൻ സാധിച്ചില്ലേ? ഈ എല്ലാ വാർഡിലും പ്രശ്നമുണ്ട്. 11-ാം വാർഡ് CPM നേതൃത്വം കൊടുക്കുന്ന വാർഡാണ്. അതായത് പേവിഷബാധയുള്ള പട്ടി കടിച്ചിട്ടുള്ള ആളുകളാണ് ആ വാർഡിൽ. അതുപോലെ തന്നെ 4-ാം വാർഡിൽ എൻ്റെ സ്വന്തം വാർഡിൽ പേവിഷബാധയുള്ള പട്ടി ഉണ്ടായിരുന്നു. ഈ പട്ടികളെ പിടിക്കാൻ പോലും തയ്യാറാവണില്ല. ഒരു പേവിഷബാധ ഏറ്റ പട്ടിയെന്ന് സംശയിക്കുന്ന പട്ടിയെ പിടിച്ച് അത് കൃത്യമായിട്ട് മണ്ണുത്തി വെറ്റിനറി കോളേജിൽ കൊണ്ടുപോയിട്ട് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും തയ്യാറാവാത്ത പഞ്ചായത്താണ്. എനിക്കറിയാം എൻ്റെ വാർഡിൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ വാർഡിൽ ചെയ്തു എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നതുകൊണ്ടാണ്. ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡിലും തെരുവ് പട്ടികളാണ്, എല്ലാ വാർഡിലെ കവലകളും തെരുവ് പട്ടികളാണ്. ഈ തെരുവ് പട്ടി പ്രശ്നം പരിഹരിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വാക്സിനേഷൻ ചെയ്തുകൊണ്ട് പ്രശ്നം തീരുമോ? ആ നാട്ടിലെ ആളുകളെ കടിക്കുന്ന ആളുകളെ എന്ത് സംരക്ഷണമാണുള്ളത്? ഈ കുട്ടികളെയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ചെറിയ കുട്ടികളെ അതായത് തന്നെ ഈ ഡോക്ടർമാരെ തന്നെ എടുത്തു പറയുന്നു, കുട്ടികളെ ഉൾപ്പെടെയുള്ള ആളുകളെ തലയുമ കടിച്ച വാക്സിൻ ചെയ്തിട്ട് പോലും അവർ ജീവൻ നിലനിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൃത്യമായി ഷെൽട്ടർ പണിയണം. അപകടകാരികളായ പട്ടികളെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്താ ഷെൽട്ടർ പണിയാത്ത? കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡ് മേഖലയിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അപകടകാരികളായ തെരുവ് പട്ടികളെ, പേവിഷബാധയുള്ള പട്ടികളുണ്ടായിട്ട് പോലും അതിന് നടപടിയില്ല, അതിനൊരു ഗൗരവം എടുക്കണില്ല. ആളുകളുടെ ജീവന് നമുക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ട് ആളുകളുടെ എൻ്റെ വാർഡിലൊക്കെ ഉൾപ്പെടെ വടി കൈ പിടിച്ച് വൈകുന്നേരത്ത് പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി. അത് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ സമ്മർദ്ദം അതുപോലെ തന്നെ ഭരണസമിതിയും കൂടിയിട്ട് തന്നെയാണ് പിടിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്ത്. പിടിക്കാൻ ഒരു വാർഡിൽ ഒരു പട്ടിയെ പിടിച്ചാൽ മതിയാ. എല്ലാ വാർഡിലും കവലകളിലും തെരുവ് പട്ടികളാണ്. തെരുവ് പട്ടിയുടെ ആക്രമണം ഏറ്റിട്ടുള്ള ആളുകൾ ഏകദേശം 100-ൽ കൂടുതൽ ആളുകളാണ്. കടങ്ങോട് 5-ാം വാർഡ് CPM ഭരിക്കുന്ന വാർഡിൽ ഒരു പട്ടി 24 ആളെ കടിച്ചു എന്നാണ് പറഞ്ഞത്. പഞ്ചായത്തിൻ്റെ പട്ടിയെ പിടിക്കുന്ന ആൾ പറഞ്ഞത്. ഇതുപോലെ എല്ലാ വാർഡിലും ചെയ്തുകൊണ്ടിരിക്കുക. തെരുവ് പട്ടി വിഷയത്തിൽ ഒരു നടപടിയും ചെയ്തിട്ടില്ല.
അതന്നെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞല്ലോ ഈ കോൺക്രീറ്റ് റോഡുകളുടെ കാര്യം. കോൺക്രീറ്റ് റോഡുകൾക്ക് എല്ലാ വാർഡിൽ നിന്നും അപേക്ഷകൾ വെച്ചിട്ടുണ്ട്. കടങ്ങോട് പഞ്ചായത്തിലെ 4-ാം വാർഡ് മെമ്പറാണ് ഞാൻ. 4-ാം വാർഡിൽ നിന്ന് 20ഓളം റോഡുകൾ അപേക്ഷ വെച്ചിട്ടുണ്ട്. ആകെ കിട്ടിയിരിക്കുന്നത് 4 റോഡുകളാണ്. ആകെ കിട്ടിയിരിക്കുന്നത് 4 റോഡാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയധികം റോഡുകൾ അപേക്ഷ വെച്ചിട്ട് കൃത്യമായിട്ട് വിവേചനമാണ്. കാരണം സ്വന്തം വാർഡിൽ എണ്ണം കൂടുതൽ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. ഭരണസമിതിക്ക് ചിലപ്പോൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ വാർഡിലും ജനങ്ങളല്ലേ ഉള്ളത്. നടക്കാൻ പോലും പറ്റാത്ത വാർഡുകളുണ്ട്, റോഡുകളുണ്ട്. അതായത് മഴക്കാലത്ത് നടന്നു പോകാൻ പറ്റാത്ത റോഡുകളുണ്ട്. അതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ എത്ര റോഡുകൾക്ക് വേണമെങ്കിൽ കൂലി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്, ഈ ഭരണസമിതി തന്നെ പറയുന്നു. പക്ഷേ ഈ 5 വർഷം അതുപോലെ ഈ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ LDF നേതൃത്വം കൊടുത്ത ഭരണസമിതിയാണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ റോഡുകൾ പണിതു എന്ന് പറയുന്നു. അതേ ഭരണ സംവിധാനം നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഈ 5 വർഷം റോഡുകൾ കോൺക്രീറ്റ് റോഡുകൾ ചെയ്തിട്ടില്ല. ഇതേ കോൺഗ്രസും അല്ലെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങൾ വെറുതെ പറയുന്നതല്ല. എൻ്റെ വാർഡിൽ ഉൾപ്പെടെയുള്ള ആളുകൾ റോഡുകൾ ഒരുപാട് പണിയാൻ കിടക്കുകയിനി, ആളുകൾക്ക് സഞ്ചരിക്കണ്ടേ. അതേപോലെ തന്നെ ഹൈമാസിലേറ്റ്, ഒരു മിനിമാസിലേറ്റ് വിവേചനം ഇല്ല എന്ന് പറഞ്ഞു. കൃത്യമായിട്ടുള്ള വിവേചനമുണ്ട്. ഈ നമ്മുടെ മുൻ MP രമ്യ ഹരിദാസ് 3 മിനിമാസിലേറ്റ് കൊടുത്തു. കൃത്യമായിട്ട് അവർ ഒരു MP പോലും ചെയ്യാൻ പാടാത്ത കാര്യം ചെയ്തത് കൃത്യമായിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് ഭരിക്കുന്ന വാർഡുകളിലേക്ക് കൊടുത്തു. അതേപോലെ തന്നെ CPM ഭരിക്കുന്ന ആളുകൾ ചെയ്തത് അവർക്ക് കിട്ടുന്ന പദ്ധതി അവരുടെ വാർഡുകളിലേക്ക് 2-3 വെച്ച് കൊടുത്തു. എൻ്റെ വാർഡിൽ മിനിമാസിലേറ്റ് വെക്കേണ്ട 2-3 സ്ഥലങ്ങൾ അപേക്ഷ വെച്ചു. അവിടുത്തെ ജനങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ കണ്ണ് കാണാനോ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരെണ്ണമാണ് അവർക്ക് പാസ്സാക്കി തന്നത്. അപ്പോൾ ആ വിവേചനം ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് പാർട്ടിപരമായിട്ട് എതിർപ്പ് പറഞ്ഞോട്ടെ, പക്ഷേ ആ നാട്ടിലെ ജനങ്ങളെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലവിലുണ്ടാകാൻ പാടില്ല. റോഡായാലും അതുപോലെ തന്നെ ഈ തെരുവുപട്ടി വിഷയമായാലും കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപ കിട്ടുന്നുണ്ട്. അത് പറയണ്ട, അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയാൽ മതി. അതിനുള്ളൊരു അവസരം സംവിധാനം ചെയ്താൽ മതിയായിരുന്നു. അത് ചെയ്യാൻ പറ്റാത്തതാണ് പ്രതിപക്ഷത്തിൻ്റെ എന്ന നിലയ്ക്ക് BJP മെമ്പർമാരുടെ പ്രതിഷേധങ്ങളും ഇത്തരം ആരോപണങ്ങളും വരുന്നത്. കൃത്യമായി ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. പട്ടി കടിച്ച ഒരു ധനസഹായം പോലും കൊടുക്കാൻ പറ്റാത്ത പഞ്ചായത്താണെന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ഈ റോഡിൻ്റെ പ്രശ്നമുണ്ട്, എല്ലാ വിഷയങ്ങളിലും ഈ രാഷ്ട്രീയ വിവേചനം എന്തായാലും ഉണ്ട് എന്ന തരത്തിലാണ് BJPയുടെ ഏറ്റവും വലിയ ആരോപണം. രാഷ്ട്രീയ വിവേചനം തീരെയില്ല, അടിസ്ഥാനരഹിതമാണ് ആരോപണങ്ങൾ എന്നാണ് പറയാനുള്ളത്. അതിൽ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കോൺക്രീറ്റ് റോഡുകൾ ഞാൻ ഇപ്പോഴും പറയുന്നു, നിലവിലുള്ള വാർഡ് മെമ്പർമാർ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം കോൺക്രീറ്റ് റോഡുകൾ സമൃദ്ധിയായി പണിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് LDF വാർഡുകളിലല്ലോ 18 വാർഡുകളിലുമാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നും കുറച്ചാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഗ്രാമസഭകളിൽ വരുന്ന റോഡ് ഏറ്റവും മോശമുള്ള റോഡുകളുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏറ്റവും മോശമുള്ള റോഡുകളാണല്ലോ ആദ്യം നമ്മൾ വാർഡ് മെമ്പർമാർ നമ്മളോട് പറയുക, ഇല്ലെങ്കിൽ ഭരണസമിതിയോട് പറയുക. അതെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാണല്ലോ. അപ്പോൾ ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമല്ല നടക്കുന്നത് എന്നുള്ളത് കാര്യമാണ് ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ജലജീവൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ജലജീവനൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന് ജില്ലയിൽ അവനിശ്ശേരി പഞ്ചായത്തിലതുകൊണ്ട് BJP ഭരിക്കുന്നത്, അവിടെ പോലും ജലജീവൻ്റെ പദ്ധതി ഇല്ല. നമ്മുടെ പഞ്ചായത്തിനകത്ത് ജലജീവൻ പദ്ധതി നമ്മൾ കൊണ്ടുവന്നു. പക്ഷേ ഈ സർക്കാരിന്, അതായത് കേന്ദ്ര സർക്കാരിന് ആവശ്യമായ സംവിധാനം അതിൻ്റെ പറഞ്ഞു തരാനോ പറ്റാത്തൊരു നമ്മൾ ടാങ്കിന് പോലും സ്ഥലം കൊടുത്ത ആളുകളാണ് നമ്മൾ. ആ പണി അവിടെ നിർത്തി വെച്ചേക്കാണ്. അതിൻ്റെ ആളുകളെ ശരിക്കും കരിമ്പട്ടികയിൽ പെടുത്തേണ്ടതാണ്. പൈപ്പ് ലൈൻ നീട്ടാനാണ് ഈ റോഡുകൾ മുഴുവൻ ഇവർ ഇത് ചെയ്തത്. പക്ഷേ നമ്മുടെയൊക്കെ റീസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് വലിയ കുഴപ്പങ്ങൾ റോഡിന് സംഭവിച്ചിട്ടില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ ആ ജലജീവൻ പദ്ധതിയൊക്കെ എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നോക്കിക്കാണുന്നതിന് വേണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ തെരുവുനായയുടെ കാര്യമൊക്കെ പറഞ്ഞോളൂ. തെരുവുനായ എന്നിട്ട് സാമ്പത്തിക സഹായം എങ്ങനെ പഞ്ചായത്തിന് കൊടുക്കാൻ പറ്റുക, അതിനൊരു നിയമം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കമ്മീഷൻ എന്ന രീതിയിൽ എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള പഞ്ചായത്താണ് കൊടുക്കുക. പക്ഷേ പഞ്ചായത്തിന് അവരുടെ അനുമതി ഉണ്ടെങ്കിൽ നമുക്ക് ധനസഹായം കൊടുക്കാൻ കഴിയുള്ളൂ. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് എടുത്തു കൊടുക്കാൻ കഴിയില്ലോ. പഞ്ചായത്തിന് തരുന്ന ഫണ്ടുകൾ അതിൻ്റെ ഒരു മാർഗ്ഗരേഖ തരുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ കേന്ദ്രാവിഷ്കൃത ഫണ്ട് പദ്ധതികൾ വേണ്ടത്ര രീതിയിൽ നടപ്പാക്കുന്നില്ല എന്ന് BJPക്ക് ആക്ഷേപമുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ ലൈനും സ്ട്രീറ്റ് മെയിൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായിട്ട് കേന്ദ്ര ഫണ്ട് കിട്ടിയതാണ് സ്ട്രീറ്റ് മെയിൻ എന്ന രീതിയിൽ. ആ ഫണ്ടുകൾ ഉപയോഗിക്കാൻ അവരൊരു മാർഗ്ഗരേഖ തരും, അതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ എല്ലാറ്റിനും എടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കഴിയുന്നില്ല നമുക്ക്. അപ്പോൾ അത് മനസ്സിലാക്കാതെ പോകുന്ന സംവിധാനങ്ങളാണ്, അത് കാരണമാണ് എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും കോൺഗ്രസ് നമ്മളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ വികസന വിരോധികളാണെന്നാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നത്. കാരണം ഈ എത്ര വലിയ റോഡ് വരുന്ന സമയത്ത് അവിടെ എന്നും സമരം, അത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തും പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ എന്തായാലും ബസ് സ്റ്റോപ്പ് വരും എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ വിവേചനം ഒരു കാരണവശാലും ഇല്ല എന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ട്. എങ്ങനെ അതിന് മറുപടി നൽകാം? ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞില്ലേ, ഞങ്ങൾ വികസനത്തിന് ഒരിക്കലും എതിരല്ല. പക്ഷേ നമുക്ക് വളരെ സഹായകരമായ വിധത്തിൽ വികസനം വരണം, അതിൽ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. ശരി തന്നെയാണ്. അത് നമ്മൾ ആർക്കും
നമുക്ക് മെയിൻ ആവശ്യം അവിടെ അപകടങ്ങൾ പതിവായി നടക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്തു. അത് ശരിയാണ്. ഇനിയും ഞങ്ങൾ ശരിയായ രീതിയിലല്ലെങ്കിൽ ഞങ്ങൾ തുടർന്ന് സമരം ചെയ്യും. റോഡുമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യം ഉന്നയിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് പ്രതിഷേധത്തിന് കാരണം? റോഡ് ശരിയല്ലാതെ, റോഡിൽ സിഗ്നലില്ലാതെ എന്നും അപകടങ്ങളാണ്. ആ നടപടി സ്വീകരിച്ചു. ഇനി ഞങ്ങളുടെ പ്രധാന ആവശ്യം ബസ് സ്റ്റോപ്പ് തന്നെയാണ്. എല്ലാ സർക്കാരും ജില്ല, ബ്ലോക്ക്, പഞ്ചായത്തൊക്കെ LDFൻ്റെ ആണല്ലോ. അപ്പോൾ അവർ തന്നെ ഇതിന് നടപടി സ്വീകരിക്കണം. PWD ആയിട്ട് ഇവർ ബന്ധപ്പെട്ടിട്ട് അതിനുള്ള സംവിധാനം എന്തായാലും നടപ്പിലാക്കണം. ബസ് സ്റ്റോപ്പ് ഒരു കുറവ് തന്നെയാണ്. അതേപോലെ നമ്മുടെ KSCB ബില്ലിംഗ് സ്റ്റേഷൻ മരത്തങ്കോട് UDFൻ്റെ ഭരണകാലത്ത് വന്നത് തന്നെയാണ്. അത് അടച്ചു പൂട്ടി. അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ബില്ലടയ്ക്കാൻ അവിടെ കുന്നംകുളത്ത് പോകണം, അല്ലെങ്കിൽ ഓൺലൈനിൽ അടയ്ക്കാം. അപ്പോൾ ചിലവ് കൂടുതലാവും. അത് ഒരു കുറവ് തന്നെയാണ്. അതുകൂടാതെ അറവ് മാലിന്യ സംസ്കരണം, അതിന് ഒരു പദ്ധതിയും കടങ്ങോട് പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ ഹരിതകർമ്മസേനയുടെ നികുതി അവർ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് പ്ലാസ്റ്റിക് മാലിന്യം വാങ്ങിക്കണതിനോ അതൊന്നും ഞങ്ങളെതിരല്ല. അത് നമ്മുടെ സമൂഹത്തിന് തന്നെ വളരെ മാരകമായ രോഗം വരുത്തുന്ന ഇത് തന്നെയാണ്. പക്ഷേ അവർ വീട്ടിൽ വന്നിട്ട് വളരെ റഷായിട്ടാണ് പെരുമാറുന്നത്. അത് കുടുംബശ്രീ തലത്തിലായാലും തൊഴിലുറപ്പിലായാലും ഹരിതകർമ്മസേനയിലായാലും LDFൻ്റെ ഒരു സ്വാധീനം അവരിൽ ചെലുത്തിയിട്ട് ഒരു പാർട്ടിക്കാരെ എന്ന് പറഞ്ഞ പോലെ, പാർട്ടിയുടെ ആൾക്കാരെന്ന് പറഞ്ഞ പോലെ അവരെ ഉപയോഗപ്പെടുത്താണ് എല്ലാ തലത്തിലും. ഹരിതകർമ്മസേന മാത്രമല്ല, കുടുംബശ്രീ, തൊഴിലുറപ്പ് എന്നീ മേഖലകളിൽ രാഷ്ട്രീയം ചെലുത്തിയിട്ട് അവർ എന്തോ ഒരു ഭീഷണി പോലെ എല്ലാ തലത്തിലും ഉണ്ട്. അത് ഒരു കടങ്ങോട് പഞ്ചായത്താണ്, അല്ലാണ്ട് ഒരു രാഷ്ട്രീയമായ ഒരു ഓഫീസല്ലല്ലോ, രാഷ്ട്രീയപരമായിട്ട് LDFൻ്റെ ഓഫീസല്ലല്ലോ. അത് എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ട പഞ്ചായത്ത് എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അത് എല്ലാ തലത്തിലും ഒരു ആളങ്ങോട്ട് ചെന്നാൽ തന്നെ, എന്തിനേലും ഒരാൾ ചെന്നാൽ തന്നെ നമ്മളെ ശ്രദ്ധിക്കുകയാണ്. ഒരു ചാരം എന്ന കണക്കിന് നമ്മൾ എന്തിനാണ് അങ്ങോട്ട് വന്നത്. ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുമ്പോൾ, ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ളതാണ് അല്ലേ. നമ്മൾ എന്തിനു ചെന്നാലും ബാക്കിൽ സ്പൈ നമ്മളെന്തോ ഒരു തെറ്റ് ചെയ്യാൻ വന്ന പോലെ. അതൊരിക്കലും ശരിയല്ല. പഞ്ചായത്ത് അത് നിരീക്ഷിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. LDFൻ്റെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾക്ക് ഒരുപാട് തെളിവ് കിട്ടിയിട്ടുള്ളതാണ്, നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് പഞ്ചായത്താണ് നമ്മൾ വളരെ ബഹുമാനിക്കേണ്ട, ഒരു നാടിനെ സംരക്ഷിക്കേണ്ട എല്ലാ തലത്തിലും. അത് LDFൻ്റെ ഒരു ഓഫീസായിട്ട് കാണരുത്. റോഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇനിയും ബസ് സ്റ്റോപ്പ് വന്നില്ല, ഞങ്ങൾ ഇനിയും ആയില്ലെങ്കിൽ ഞങ്ങൾ സമരത്തിന് പോകും. ഇക്കാര്യത്തിൽ BJPക്ക് എന്തെങ്കിലും പറയാനുണ്ട്? രാഷ്ട്രീയമായിട്ടാണ് അവിടെ എല്ലാം നടക്കുന്നത്, എല്ലാ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. അതായത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വർഷങ്ങളായിട്ട് കോൺഗ്രസും CPM മാറി ഭരിച്ചിട്ടുള്ളൊരു പഞ്ചായത്താണ്. അവിടെ കോൺഗ്രസിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള മുൻ നേതാക്കന്മാർ, മെമ്പർമാർ ഉൾപ്പെടെയുള്ള ഒരുപാട് കഴിവുള്ള ആളുകൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആയിട്ടുള്ള ആളുകളുള്ളൊരു പഞ്ചായത്താണ്. ഈ 5 വർഷക്കാലമായിട്ട് ആ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളും അവിടുത്തെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, റോഡാണെങ്കിലും അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും വീടിൻ്റെ പദ്ധതികളാണെങ്കിലും എല്ലാ മേഖലയിലും പദ്ധതികളാണെങ്കിലും കൃത്യമായിട്ടൊരു പ്രതിപക്ഷ സംവിധാനം ഇടപെടാത്തതിൻ്റെ കുറവ്. സമരം ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ നിയമ നടപടികളിലൂടെ കടന്ന് ആ നാട്ടിലെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഈ നേരത്തെ നമ്മുടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ പന്നിത്തടം കവലയിൽ ഒരു ബസ് സ്റ്റോപ്പ് സംവിധാനം എത്ര വർഷങ്ങളായി അവിടുത്തെ ആളുകൾ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതവർ വെറുതെ പറയുന്നതല്ല. ആ നാട്ടിലെ ആളുകൾ അവിടെ കാലത്തോട്ട് വൈകുന്നേരം വരെ മഴയാണെങ്കിൽ പോലും കടകളുടെ മുന്നിൽ നിൽക്കണം. മഴ പെയ്യുമ്പോൾ പോലും അത് മഴ കൊണ്ടിട്ട് അവിടെ നിൽക്കേണ്ട സാഹചര്യമാണ്. കടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവർ മാറി നിൽക്കണം. കടക്കാർക്ക് കച്ചവടമില്ല. ആ കടകളുടെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന സാഹചര്യം. വെയിലാണെങ്കിലും മഴയാണെങ്കിലും പന്നിത്തടത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ബസ് സ്റ്റോപ്പ് സംവിധാനം. അത് പരിഹരിക്കണമെങ്കിൽ ഒരു സമരം കൊണ്ട് 2 സമരം കൊണ്ട് അല്ലെങ്കിൽ നിയമ നടപടികളാണെങ്കിലും അതിനുള്ള കഴിവുള്ള ആളുകൾ ഉണ്ടായിട്ട് പോലും അത് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ വിവേചനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ 2 പാർട്ടിക്കാരും കൂടിയിട്ട് ഇത്രയും കാലം ഭരിച്ചതിൻ്റെ ഗുണമാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലത്ത് പോലും കുടിവെള്ളം കിട്ടാത്തത്. ജലജീവൻ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ ജലജീവൻ പദ്ധതി കടങ്ങോട് പഞ്ചായത്തിൽ 5300ഓളം കുടുംബങ്ങളിലേക്ക് നേരിട്ട് കുടിവെള്ളം എത്തിക്കേണ്ട പദ്ധതിയാണ്. 2024 പൂർത്തീകരിക്കേണ്ട പദ്ധതിയായിരുന്നു. ആ പദ്ധതി ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ എന്താ?
ഒരൊറ്റ വീട്ടിൽ പോലും ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല. നമുക്ക് കടങ്ങോട് പഞ്ചായത്തിൽ ഇത് കേന്ദ്ര സർക്കാരിനെ വേണമെങ്കിൽ ഭരണസമിതിക്ക് കുറ്റം പറയാം. തൊട്ടപ്പുറത്തെ പഞ്ചായത്തുകളിലൊക്കെ വന്നിട്ടുണ്ട്. പല പഞ്ചായത്തുകളിലും ഈ പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കുന്ന പഞ്ചായത്തുകളുണ്ട്. മഴക്കാലത്ത് വെള്ളം കിട്ടാതെ കെട്ടിക്കൊണ്ടിരുന്ന ആളുകൾ, ടാങ്കറിൻ്റെ വെള്ളത്തിന് കാത്തു നിൽക്കുന്ന ആളുകളുണ്ടായിട്ട് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചില്ല? ഏത് ഉദ്യോഗസ്ഥന്മാരാണ് അതിന് എതിര് നിൽക്കുന്നത്? ഏത് കോൺട്രാക്ടർമാരാ? അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയാണോ? അതല്ലെങ്കിൽ ഇനി പ്രതിപക്ഷ മെമ്പർമാരാണോ എതിര് നിൽക്കുന്നത്? എല്ലാ റോഡുകളും പൊളിച്ചിട്ട് കഴിഞ്ഞിരിക്കുക. അവർ എല്ലാ റോഡുകളും പൊളിച്ചിട്ട് പോയി ഈ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട്. ആ പൊളിച്ചിട്ട റോഡുകൾ കോൺക്രീറ്റ് അല്ലെങ്കിൽ ടാറിങ് ചെയ്യാം. ആ കൃത്യമായിട്ട് ആ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ഏത് റോഡുകൾ അവർ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു വാർഡ് മെമ്പർക്ക് ഒരു വർഷം കിട്ടുക 2 റോഡപ്പം ഈ അവസാന കാലഘട്ടത്തിലൊക്കെ. നേരത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞല്ലോ, വാർഡ് മെമ്പർമാരെ എഴുതി തരുന്ന ലിസ്റ്റാണ്. വാർഡ് മെമ്പർമാരെ എത്ര ലിസ്റ്റ് എഴുതി കൊടുത്താലും അത് ഉൾപ്പെടുത്തൂല. അതെങ്ങനെ പോയാലും 1 2 3 ഉള്ളിലേക്ക് കൊടുക്കും. അത് അവർ ഭരണപക്ഷ മെമ്പർമാർക്ക് കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കും. പൈസ ഇല്ല എന്ന് പറയും. പല കാര്യങ്ങളും അവർ പറയാറുണ്ട്. അതേ തരത്തിൽ അതിൻ്റെ പുറമെയാണ് ഈ ജലജീവൻ്റെ സംവിധാനം വന്നപ്പോൾ എല്ലാ റോഡുകളും പൊളിച്ചിട്ട് കിടക്കുക. തകർന്ന് തരിപ്പണമായി കിടക്കുക ഗ്രാമീണ റോഡുകൾ. കരാറുകാരൻ്റെ പ്രശ്നം എന്ന് പറയുമെങ്കിൽ നടപടി എടുക്കേണ്ട ആളുകളാരാ? ഗ്രാമപഞ്ചായത്തല്ലേ. ഗ്രാമപഞ്ചായത്താണ് അത് നടപടി എടുക്കേണ്ടത്. ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം വാങ്ങിക്കുന്ന ഭരിക്കുന്ന പഞ്ചായത്താണ്. ഇത്രയധികം ആളുകൾ വോട്ട് ചെയ്ത് 10-12 മെമ്പർമാരെ ഉണ്ടാക്കിയിട്ട് LDF നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി 18 മെമ്പർമാർ നിലവിലുണ്ട്. അങ്ങനെ ഏതെങ്കിലും കരാറുകാരൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ എന്തുകൊണ്ട് നിയമ നടപടിക്ക് പോയിട്ടില്ല? സാധാരണക്കാരൻ്റെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് പറയുന്നത്. ഓരോ വർഷം ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ടാങ്കറിന് വെള്ളടിക്കുന്നുണ്ട്. നിലവിൽ 3-ാം വാർഡിലാണ് അതിന് ടാങ്ക് പണിയാൻ വെച്ചിരിക്കുന്നത്. പൈപ്പായ മുഴുവൻ സ്ഥലങ്ങളിലും പൈപ്പ് ഇറക്കിയിട്ടിട്ടുണ്ട്. ഈ ടാങ്ക് പണിയേണ്ട പണി പാതി വഴിയിൽ നിർത്തിയിടുക. ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ? ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന സംവിധാനം അതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത്. സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നമാണല്ലോ. അതുപോലെ ഇത് ഒരു വിഷയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ എത്ര കുടുംബങ്ങൾ വീടില്ലാത്ത ആളുകളുണ്ട്? 2020 ശേഷം ഒരു അപേക്ഷ പോലും സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ 2020 ശേഷം ഒരു അപേക്ഷ സ്വീകരിക്കണ്ടേ പഞ്ചായത്ത്? എന്തേ 2020 ശേഷം ആർക്കും വീട് വേണ്ടേ? എത്ര ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്നു? എത്ര ആളുകൾ തെരുവിൽ ജീവിക്കുന്ന ആളുകളുണ്ട്? എത്ര ആളുകൾ വീടില്ലാതെ അപേക്ഷയ്ക്ക് വേണ്ടി കാത്തു കെട്ടിക്കെടുക്കുന്നുണ്ട്? ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന് ഒരു അപേക്ഷ സ്വീകരിക്കാനുള്ള ധൈര്യമുണ്ട് പഞ്ചായത്തിൽ? 500-ൽ കൂടുതൽ ആളുകൾ വീടില്ലാത്ത ആളുകളുണ്ട്. കരഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. വാടക 5000 6000 വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരു വരുമാന മാർഗ്ഗമില്ല, ഒരു സംവിധാനങ്ങളില്ല, വീടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ലിസ്റ്റ് ചോദിച്ചു എന്ന് പറയുന്നത് കേട്ടു. ആ ലിസ്റ്റ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞ് കൊട്ടിക്കൊഴിച്ച് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി, ആ പദ്ധതിയുടെ നിലവിലത്തെ അവസ്ഥ എന്താണെന്നറിയോ? 178 വീടുകളെ 5 വർഷമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ലിസ്റ്റിൽ കുറേ ആളുകളുണ്ട്, 200 ചില്ലാൻ ആളുകൾ ലിസ്റ്റിലുണ്ട്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡിലും വീടില്ലാത്ത ആളുകളാണ്. അവർക്കൊക്കെ അപേക്ഷ വയ്ക്കാനുള്ള ഒരു സംവിധാനം പോലും നടപ്പിലാക്കിയിട്ടില്ല. എന്നിട്ട് ഈ ലൈഫ് പദ്ധതിയിൽ ഒരു സാധാരണക്കാരൻ വന്ന് ചോദിച്ചാൽ പറയുക ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുക്കണ്ടേന്ന് ചോദിക്കുക. ലൈഫ് പദ്ധതിയിൽ അപേക്ഷ സ്വീകരിച്ച് 2019-20 കാലഘട്ടത്തിലൊക്കെയാണ്. അവിടെ നിങ്ങളുടെ ആളുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളുണ്ട്. ഓടിട്ട പെരകളും ഷീറ്റിട്ട പെരകളും തകർന്നു കിടക്കുന്ന വീടുകളെ കടങ്ങോട് പഞ്ചായത്തിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ ധൈര്യം കാണിക്കണം ഈ പഞ്ചായത്ത്. അദ്ദേഹത്തിന് അത് ലൈഫ് പദ്ധതിയെക്കുറിച്ച് അറിയാത്ത ധാരണയുണ്ടോയെന്ന് സംശയമുണ്ട്. ലൈഫ് പദ്ധതി 2020 സർക്കാരിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനകത്ത് പൊതുപ്രവർത്തകരായി ഇപ്പോൾ BJP മെമ്പറുണ്ട്, കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ സഹായിച്ചാൽ, അതായത് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുക്കാൻ അത്തരം ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ കണ്ടെത്തി കൊടുക്കേണ്ട ചുമതലയുള്ള ആളുകളാണ് നമ്മൾ. ആ ചുമതലയുള്ള ആളുകൾ അതെല്ലാം ചെയ്യാതെ ഇങ്ങനെ 500-600 ആളുകൾ ഗ്രാമപഞ്ചായത്തിനകത്തുണ്ട് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാനാ? സർക്കാരാണെങ്കിൽ പുതിയ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഉള്ള ആളുകൾ അന്ന് ലിസ്റ്റ് ചെയ്ത ഏകദേശം വരുന്ന 425ഓളം പേർക്ക് അതിൻ്റെ ഭാഗമായി നടത്തുന്ന ആ ലിസ്റ്റിലുള്ള പേരുകളിൽ ഇപ്പോൾ നമ്മളെല്ലാവരോടും എഗ്രിമെൻറ്റ് വെക്കാൻ പറഞ്ഞിട്ടാണ്. നേരത്തെ 178 വീട് പണി പൂർത്തീകരിച്ചു. ഏകദേശം 98 വീടുകൾ അതിൻ്റെ പൂർത്തീകരണ വേളയിലുമാണ്. അവരൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ എന്താ പറയുക, ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ കൊടുക്കാവുന്ന ആ ഫണ്ടും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. പുതിയൊരു ലിസ്റ്റിനെ കുറിച്ച് നമ്മളോട് ആരും ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുമില്ല. സർക്കാരിൻ്റെ ഭാഗമായി വരുന്നതാണ്. ജലജീവൻ്റെ കാര്യം പറഞ്ഞു. ജലജീവൻ്റെ കാര്യം അറിഞ്ഞോ അറിയാതെയാണോ നമുക്കറിയാലോ. അപ്പോൾ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കുടിവെള്ളം എന്ന രീതിയിൽ ലോറിയിൽ വെള്ളം അടിക്കുന്ന ഏറ്റവും കുറവ് 10-25 ലക്ഷം രൂപ വരെ അടിച്ചിരുന്ന കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ നമുക്ക് 2-3 ലക്ഷം രൂപയുടെ ഉള്ളിലാണ്. ബാക്കി 85 കുടിവെള്ള പദ്ധതികൾ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ BJP മെമ്പർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാർഡിൽ തന്നെ ഒരു 10 ലക്ഷവും അതുപോലെ തന്നെ അവിടുത്തെ ടാങ്ക് മാറ്റാനും എല്ലാം ഫണ്ട് അനുവദിച്ചിട്ടുള്ളതാണ്. എവിടെയാണോ കുടിവെള്ളത്തിന് പ്രശ്നം വരുന്നത് ആ മെമ്പർമാർ പറയുന്ന രൂപം ഉണ്ടെങ്കിൽ നമുക്കതിന് ഫണ്ട് വയ്ക്കാവുന്ന അല്ലെങ്കിൽ ഫണ്ട് വെച്ച് കൊടുക്കുന്ന രീതിയുണ്ട്. ജലജീവൻ്റെ നമുക്കറിയാലോ, ഭാരതപ്പുഴയിൽ നിന്നാണ് ഈ ജലജീവൻ്റെ വെള്ളം വരേണ്ടത്.
ഭാരതപ്പുഴയിൽ നിന്ന് ഇവരെങ്ങനെ ഇത് കണക്ട് ചെയ്തിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത്, ഒരു അരിക്കിൽ എടുക്കുന്ന കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം, അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പഞ്ചായത്താണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്, വിഹിതങ്ങൾ എല്ലാവരുമാണ്. അപ്പോൾ അതിൻ്റെ സ്പേസ് ഉണ്ടാവണ്ടേ? അപ്പോൾ അത് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പൈപ്പ് ലൈൻ വലിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പൈപ്പ് ലൈൻ വലിച്ചിട്ടിട്ടുണ്ട്, ടാങ്കർ വെക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളോട് പറഞ്ഞ രീതി. പഞ്ചായത്തുകളിൽ വിജയപ്രദമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടും കടങ്ങോട് പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ വിജയകരമായി പൂർത്തിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പണി നിർത്തി പോവാം. അത്രേ ഉള്ളൂ. ചലഞ്ചാണ്. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതി എന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ അല്ല കേട്ടോ, വാട്ടർ അതോറിറ്റി കണക്ഷൻ ഇതുണ്ട്. ജലജീവൻ പദ്ധതി വ്യത്യസ്തമാണ്, ജലജീവൻ പദ്ധതി വേറെയാണ്. അപ്പോൾ അത് ഏതെങ്കിലും പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, സെന്ററിലെ ബസ് സ്റ്റോപ്പ് ഞാൻ അതാണ് പറയുന്നത്. അതായത് 2022 പണി തുടങ്ങാൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള ഒരു റോഡിൻ്റെ പണി എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഭാഗം എന്നുള്ളത് അറിയാണ്ടേ ആവും പറയുന്നുണ്ടാവുക. ഒരു പദ്ധതി വെച്ച് ആ റോഡ് അതിൻ്റെ അവസാനം വരെ ഒരു പണിയുണ്ടല്ലോ. ഇപ്പോൾ റോഡ് തുടങ്ങുമ്പോഴേക്കും സിഗ്നൽ വെക്കാൻ പറഞ്ഞാൽ എങ്ങനെ സിഗ്നൽ വെക്കുക? ഒരു റോഡ് പണി കഴിയാത്തടത്താണ് ഇവർ ഇത്രയും സമരങ്ങൾ ഇവിടെ നടത്തിയത്. വെറുതെ വികസന വിരോധികളെന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുക. ഇവർ ആ റോഡ് വരാതിരിക്കാൻ എങ്ങനെയൊക്കെ നമ്മളാൽ കഴിയുന്നു അതൊക്കെ അവർ. വികസന വിരോധികൾ കോൺഗ്രസ് ആണ്, ബി ജെ പി ഇല്ല. ബി ജെ പി ഒരു ഭാഗത്ത് കൂടെ വന്നിരുന്നു, ഇപ്പൊ ഇല്ല. അവർക്ക് കാര്യങ്ങൾ കോൺഗ്രസ് മാത്രമാണ് കടങ്ങോട് പഞ്ചായത്തിൽ വികസന വിരോധം ചെയ്യുന്നത്. അവർ മാത്രമാണ് ഇപ്പൊ ഈ റോഡുമായി ബന്ധപ്പെട്ട് മറ്റുള്ള സമരങ്ങളൊക്കെ നമുക്കുണ്ടാവില്ല. അപ്പോൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ഇത് വരാതിരിക്കാൻ ആവശ്യമായ സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ആ റോഡിൻ്റെ പണി ഇത്രയും കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ബസ് സ്റ്റോപ്പ് വരും. ഒരു ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബസ് സ്റ്റോപ്പ്, ഒരു ഡിസ്പ്ലേ ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ടായിരുന്നത് അത് തകർത്ത് കളഞ്ഞു. അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് വർഷങ്ങളായിട്ടൊന്നുമല്ല, 2 ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഒരു ബസ് സ്റ്റോപ്പ് കൊണ്ടുപോയി വെക്കുമ്പോൾ അത് വെക്കുന്ന ഭാഗം ആരെങ്കിലും, ഞാൻ ഇപ്പോഴും പറയുന്നു, ബസ് സ്റ്റോപ്പ് എവിടെയാണ് വെക്കേണ്ടതെന്ന് ഒരാൾ പറഞ്ഞു തരികയാണെങ്കിൽ നമ്മൾ അവിടെ ബസ് സ്റ്റോപ്പ് വെച്ചു. ബസ് സ്റ്റോപ്പ് തകർത്ത് കളഞ്ഞു ആരെ തകർത്ത് കളഞ്ഞു? ഡയറക്റ്റ് ഇരുട്ടിൻ്റെ മറവിൽ ആളുകൾ എന്നുള്ളത് തന്നെയാണ്. അല്ല, അതിന് സംശയമൊന്നുമില്ല, ഇപ്പം ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞതല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം ഈ ബസ് സ്റ്റോപ്പ് വേണം എന്ന് പറയുന്ന സംവിധാനം എല്ലാവരും കാണുക ഒരു ബസ് സ്റ്റോപ്പ് അവിടെ കൊണ്ടുവന്ന് വെച്ച് തകർത്ത് കളഞ്ഞു. ആർക്കും ഒരു പ്രതിഷേധമില്ല. അതുണ്ടാവണ്ടേ ഇങ്ങനെ പറയുന്ന ആളുകൾക്ക്? അതില്ല. 2 ബസ് സ്റ്റോപ്പ്, ഒന്ന് വടക്കാഞ്ചേരി റോഡിലും പന്നിത്തടം കുന്നംകുളം റോഡിലും ബസ് സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു. അത് ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ടിട്ട് മാറ്റിയിട്ടുള്ളതാണ്. പിന്നെ അവിടെ ബസ് സ്റ്റോപ്പ് ഏത് സ്ഥലത്ത് വെക്കണം? ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ മിനി MCFൻ്റെ ഇതൊക്കെ ഷെൽട്ടർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഷെൽട്ടർ ഉണ്ടാക്കാൻ ഏത് മെമ്പർ ആരെങ്കിലും ഒരാൾ ഇവിടെ ഷെൽട്ടർ നിങ്ങൾ സ്ഥാപിച്ചോളെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യും. പഞ്ചായത്ത് ഷെൽട്ടർ കണ്ടെത്താൻ പഞ്ചായത്ത് കണ്ടെത്താനാണ് നോക്കേണ്ടത്. പക്ഷെ പഞ്ചായത്ത് കണ്ടെത്താൻ സ്ഥലമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നീങ്ങി പോണത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെയും കാര്യങ്ങൾ വരുന്നത്. നമ്മളെന്തായാലും ബസ് സ്റ്റോപ്പ് PWD റോഡാണ്, പഞ്ചായത്തിന് അതിന് അധികാരമൊന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യും. അതൊന്നും പഞ്ചായത്തിന് ഗ്രൗണ്ട് ഇല്ല. പഞ്ചായത്തിന് ഏറ്റവും നല്ല 2 ഗ്രൗണ്ടുകളുണ്ട്. ആ ഗ്രൗണ്ടുകൾ 1949 പഞ്ചായത്ത് രൂപീകരിച്ചത്. അതിനുശേഷം വരുന്ന കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇത്രയും കാലമില്ലാത്ത ഒരു ഗ്രൗണ്ടിൻ്റെ മുകളിൽ ഇല്ലെങ്കിൽ അത് BJP-കാർക്കും അറിയാം ഈ ഗ്രൗണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭരണസമിതി, ഈ സമിതി ഏകദേശം 10-15 ലക്ഷം 25 ലക്ഷത്തോളം രൂപ വെച്ച് ആ ഗ്രൗണ്ട്, ഒരു സീനിയർ ഗ്രൗണ്ടും ഉണ്ട്, നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ട് ഒരു ഗ്രൗണ്ടും ഉണ്ട്. ആ ഗ്രൗണ്ടിൽ തന്നെയാണ് എല്ലാ പരിപാടികളും നടത്താറുള്ളത്. അപ്പോൾ ഈ ഗ്രൗണ്ട് നമ്മൾ ചുറ്റുമതിൽ കെട്ടി നവീകരിച്ച് വരുന്നുണ്ട്. എല്ലാ വാർഡുകൾക്കും കൃത്യമായ രീതിയിൽ തന്നെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിഭജനം, ഒരു രാഷ്ട്രീയ വിഭജനവും നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അത് കണ്ടറിയാം എന്ന് മാത്രം. ഈ കായിക താരങ്ങളുടെ പ്രശ്നം ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഈ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളിലും കായിക താരങ്ങളുണ്ട്. ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്. ഈ കഴിവുള്ള കുട്ടികളെ വിളിച്ച് അവർക്ക് വേണ്ട ആ കായികപരമായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. നമ്മൾ ആരോപണം പറയല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി നിലയ്ക്ക് അല്ലെങ്കിൽ BJP CPM ഭരണപക്ഷത്തിന് ആരോപണം പറയല്ല. നമുക്കിവിടെ സമരം ചെയ്തിട്ടോ ആരോപണം പറഞ്ഞിട്ടോ അവാർഡ് കിട്ടാനൊന്നുമില്ല. ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കായിക താരങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കുട്ടികളും വർഷങ്ങളായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഗ്രൗണ്ട് വേണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ 2 ഗ്രൗണ്ട് എന്ന് പറഞ്ഞു. ഒരു പഞ്ചായത്തിലാണ് 2 ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലം. അത് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 2 ഗ്രൗണ്ട്. കടങ്ങോട് മേഖലയിൽ ഒരുപാട് കുട്ടികൾ ഈ കായിക താരങ്ങളുള്ള മേഖലയാണ്. അവിടെ കളിക്കാൻ പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ കടങ്ങോട് മേഖലയിൽ കളിക്കാൻ സ്ഥലം പോലും ഇല്ല. കുറച്ച് വർഷങ്ങളൊക്കെ മുന്നേ കുട്ടികൾ ചോദിച്ചിരുന്നത് കളിക്കാൻ നമുക്കൊരു ബാറ്റ് വാങ്ങിച്ചു തരുമോ, പന്ത് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചിരുന്നത്. ഇന്ന് കടങ്ങോട് മേഖലയിലെ കുട്ടികൾ ചോദിക്കുന്നത് കളിക്കാനൊരു 10 സെൻറ്റ് സ്ഥലമെങ്കിലും തരുമെന്നാണ് ചോദിക്കുന്നത്. എത്ര അധംപതിച്ചു പോയി എന്ന് ആലോചിച്ച് നോക്കിയാൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത്.
ഒരു കുട്ടികൾക്ക് കളിക്കാൻ ഒരു ഗ്രൗണ്ട് ഇല്ലാത്ത സാഹചര്യമാണ്. നിലവിലുള്ള ഗ്രൗണ്ടിൻ്റെ അവസ്ഥ പറഞ്ഞല്ലോ, നിലവിലുള്ള ഗ്രൗണ്ടിൻ്റെ അവസ്ഥ BJPയുടെ 2 മെമ്പർമാർ 2-3 വട്ടം സമരം നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ സമരം നടത്തിയത് അല്ലെങ്കിൽ LDFനെതിരെ സമരം നടത്തിയിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അവാർഡ് കിട്ടാനൊന്നുമില്ല. ആ നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാൻ പോലും ഒരു സംവിധാനം ഇല്ലാത്തൊരു ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് കായിക താരങ്ങളെ അവഗണിക്കുന്ന സംവിധാനം ഉണ്ടായിരിക്കുന്നത്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ കേരളോത്സവം നടന്നു കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ടർഫ് പൈസ കൊടുത്ത് വാടകയ്ക്ക് എടുത്തിട്ട് കേരളോത്സവം നടത്തേണ്ട സാഹചര്യം ഉണ്ടായി. ഞാൻ ഏതാ സ്കൂളൊന്നും പറയുന്നില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ്. കുട്ടികളെ ലോങ് ജമ്പ് ചാടിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണ്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ്. സാധാരണ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ലോങ് ജമ്പ് ചാടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രാക്ക് ഉണ്ടാക്കൽ, കുഴിയൊക്കെ കുത്തി അതിൽ മണലൊക്കെ നിറച്ചിട്ട് കുട്ടികളെ കറക്റ്റ് ട്രാക്കൊക്കെ വരച്ച് ചാടിക്കുക. ഇതെന്താ ചെയ്തിരിക്കുന്നത് ചെയ്യുക, 4 ചാക്ക് എംസാൻഡ് കൊടുത്തിട്ട് ആ ഗ്രൗണ്ടിൽ വെതറിയിട്ട് കുട്ടികളെ ചാടിക്കുക. എത്ര അതായത് ആ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട പരിപാടിയില്ലേ. അവർ ചാടി 1-2 വട്ടം ചാടി കുട്ടികളെ കാലും വേനിക്കുക, അവർ ചാട്ടം നിർത്തുക. പിന്നെ എങ്ങനെയാണ് ആ കുട്ടികൾ ഒരു 3 മീറ്റർ ചാടി അല്ലെങ്കിൽ 3.5 മീറ്ററിലേക്ക് എത്താൻ വേണ്ടി ഒരു പ്രാക്ടീസ് ചെയ്യണ്ടേ? അത്തരം കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ വേണ്ട ഭക്ഷണ സംവിധാനങ്ങളില്ല. കായിക താരങ്ങൾക്ക് കൃത്യമായിട്ടൊരു ക്ലബ്ബുകൾക്ക് രജിസ്റ്റേർഡ് ക്ലബ്ബുകളുടെ എണ്ണം കുറവാണ്, വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു 1-2 ക്ലബ്ബ് ഉണ്ടെന്ന് മാത്രമേ തോന്നുന്നുള്ളൂ. അത് ഉറപ്പല്ല. കടങ്ങോട് പഞ്ചായത്തിൽ ഇത്രയധികം ക്ലബ്ബുകളുണ്ട്. ഒരു രജിസ്റ്റേർഡ് ക്ലബ്ബ് ഉണ്ടാക്കി അവർക്ക് വേണ്ട കായിക ഉപകരണങ്ങൾ കൊടുക്കാനോ അവർക്ക് കൃത്യമായി ട്രെയിനിങ് കൊടുക്കാനോ അവരെ വിളിച്ച് അവർക്ക് വേണ്ട ഭക്ഷണ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാനോ നമുക്ക് അവരെ വളർത്തിയെടുക്കാനല്ലേ, അല്ലാതെ അവർക്ക് വെറുതെ കായിക താരങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഇവിടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. എല്ലാ വർഷവും കായിക താരങ്ങളും കളിക്കാൻ പോകുന്ന കുട്ടികളും നല്ല കായിക മികവുള്ള കുട്ടികളുണ്ട്. ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, ഷട്ടിൽ, ബാഡ്മിൻ്റൺ പോലത്തെ എല്ലാ മേഖലയിലും നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. ഇവർ വർഷങ്ങളായിട്ട് പ്രതിഷേധമാണ്. കായികപരമായിട്ട് വളർന്നു വരുന്ന നല്ല കപ്പാസിറ്റിയുള്ള കുട്ടികൾ പഞ്ചായത്തിൽ വരെ വന്നിട്ട് അവർ പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട്, പല വർഷങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഈ 5 വർഷത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കടങ്ങോട് മേഖലയിലും അതുപോലെ തന്നെ പന്നിത്തടം മേഖലയിലും വാടകയ്ക്ക് സ്ഥലം എടുത്തിട്ട് കളിക്കേണ്ട സാഹചര്യമാണ് കുട്ടികൾ. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളർത്തിക്കൊണ്ടുവരേണ്ട അടുത്തൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവരേണ്ട പഞ്ചായത്തിൻ്റെ നിലവിലെ അവസ്ഥയാണ്. നമുക്ക് വികസനത്തിനെതിരെ പറയുമ്പോൾ അല്ലെങ്കിൽ ആരോപണം എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ കായിക താരങ്ങളുടെ പ്രശ്നമാണ് നമ്മൾ പറയുന്നത്, അവർ നീറുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിന് പരിഹാരം കാണണം. പരിഹാരം കണ്ടാലാണ് അവർക്ക് വളർന്നു വരുള്ളവർ. ഇത് ഏത് കാലത്തും അവർക്കെതിരെ പറയുക, അല്ലെങ്കിൽ പ്രതിഷേധം പറയുന്ന BJPക്കെതിരെ പറയുക, അതല്ലെങ്കിൽ ആരോപണം പറയുന്നവർക്കെതിരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭരണ സംവിധാനങ്ങൾ കേരളോത്സവം നടത്താറുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ആളുകൾക്ക് മറ്റേ സ്പോർട്സ് കിറ്റ് കൊടുക്കാറുണ്ട്. അത് എത്ര കിറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കുന്നു, ഏത് തരത്തിൽ അത് അവർക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ള അറിയണ്ടേ. ഞാൻ പറയുന്നു, പരസ്യമായിട്ട് പറയാം, കടങ്ങോട് പഞ്ചായത്തിലെ കായിക താരങ്ങളെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചോദിക്കാൻ അതിനുള്ള കപ്പാസിറ്റി ഭരണ സമിതിക്കുണ്ട. മുഴുവൻ ആളുകളെയും വിളിച്ചിരുത്തിയിട്ട് കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ട് സൈബനിസ ഇതിൽ ഡയറക്ടർ ഒരു ആരോപണം വന്നു, കോൺഗ്രസ് വികസന വിരോധികൾ എന്നാണ് പറയുന്നത്. അതിന് കൃത്യമായിട്ട് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, വികസന വിരോധികളല്ല. അങ്ങനെയാണെങ്കിലും കടങ്ങോട് പഞ്ചായത്തിൽ UDF ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ UDF ഉള്ള കാലത്ത് വാങ്ങിച്ച തന്നെയാണ് ഗ്രൗണ്ട്. ആയുർവേദ ഹോസ്പിറ്റല്, ഹെൽത്ത് അല്ലാതെ UDFൻ്റെ ഭരണകാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ട്. ഞങ്ങൾക്ക് എന്തിനാ വികസന വിരോധികൾ എന്തിനാവണം? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമല്ലോ. നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് രാഷ്ട്രീയ. നല്ലൊരു റോഡ് വരുന്ന സമയത്ത് ആ റോഡ് വേണ്ട തരത്തിൽ നിലപാട് സ്വീകരിച്ച് അതിന് സമരം ചെയ്യുന്ന തരത്തിലൊക്കെയാണ് LDF പറയുന്നത്. ഞങ്ങൾ റോഡിനല്ല, ഞങ്ങൾ റോഡ് വരണേന് പ്രധാനമായിട്ടും അപകടങ്ങൾ. ഞങ്ങൾ എൻ്റെ വീട് അവിടെ അടുത്തായ കാരണം എന്നും രാവിലെ ഇന്ന് മുതൽ ഇതിപ്പോൾ സിഗ്നൽ വന്നിട്ട് ഇന്നും അപകടം, ഇന്ന് പുലർച്ചെ അപകടമാണ് ലക്ഷ്യമെങ്കിൽ അവിടെ നടുക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടാണല്ലോ സമരം നടത്തേണ്ടത്. പൊതുവായിട്ട് ആ പാതയ്ക്കെതിരെയാണോ കോൺഗ്രസിന്റെ ഒരു സമീപനം? പാതയ്ക്കെതിരെ ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം സിഗ്നല് വന്നു, ശരി തന്നെയാണ്, സിഗ്നൽ വന്നു. ഇനിയിപ്പോൾ ബസ് സ്റ്റോപ്പാണ് ആവശ്യം. കാരണം ആളുകൾ ചെതറി നിൽക്കണ പോലെയാണ് വണ്ടികൾ വരുമ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് പോകണ്ടേ ബസ്സിൽ, അത് ഞങ്ങളൊരാവശ്യം. പിന്നുള്ളത് ട്രാഫിക് ഒരാവശ്യം തന്നെയാണ് അവിടെ. കാരണം ഒരുപാട് അപകടങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, എന്നും അപകടങ്ങൾ പതിവാണ്. ട്രാഫിക്കും ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ്. ബസ് സ്റ്റോപ്പ് ട്രാഫിക് വന്ന നമ്മുടെ പന്നിത്തടം മികച്ചൊരു എന്താ പറയുക, ഒരു ടൗണ് ആയി തന്നെ മാറും. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ റോഡുകൾ ഇങ്ങനെ നന്നാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സൗകര്യങ്ങൾ വേണം, വണ്ടികൾ പോകാൻ സൗകര്യം. റോഡ് നന്നായി, അതല്ല നമുക്ക് ഇപ്പോൾ വേണ്ടത് ബസ് സ്റ്റോപ്പ് തന്നെയാണ്. സിഗ്നൽ ഇപ്പോൾ വന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പോൾ ബസ് സ്റ്റോപ്പ്, അതുപോലെ ട്രാഫിക് ഒരു ആവശ്യം തന്നെയാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കായികമേളൊക്കെ നടക്കുമ്പോൾ ഒരു വാടകയ്ക്ക് എടുത്തിട്ട് അത് നമ്മുടെ കടങ്ങോട് പഞ്ചായത്തിന് ഒരു നാണക്കേട് തന്നെയാണ്.
സ്വന്തം 2 ഗ്രൗണ്ട് ഉള്ളപ്പോൾ സ്വന്തമായിട്ട് UDF ഭരണകാലത്ത് വാങ്ങിച്ച തന്നെയാണ് 2 ഗ്രൗണ്ടുകളും. ഇത് നമ്മുടെ തന്നെ ഈ ദേശത്തിൻ്റെ തന്നെ കായികമേള ഈ സ്പോർട്സ് ഒരുപാട് കുട്ടികളുണ്ട് സ്പോർട്സ് തലത്തിൽ. അവർക്ക് ഇതുണ്ടാകുമ്പോൾ വേറൊരു ടർഫിലൊക്കെ പോയി കളിക്കാൻ ഒരു നാണക്കേട് തന്നെയാണ്. 2 ഗ്രൗണ്ടും സജ്ജീകരിച്ചാൽ നമുക്ക് എവിടേക്കും പോകണ്ട, നമ്മുടെ സ്വന്തം ഗ്രൗണ്ടിൽ നമ്മളത് അവിടെ പരിശീലിച്ചും കളിച്ചും കുട്ടികൾക്ക് ഒരു സന്തോഷം കൊടുക്കുക, അത് തന്നെയാണ്. അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. വികസന വിരോധികൾ എന്ന് പറഞ്ഞോട്ടെ, ഞങ്ങൾ എന്നും സമരം ചെയ്യുമ്പോൾ വികസന വിരോധികൾ തന്നെയാണ് UDF എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ വികസന വിരോധി, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ വികസനം വരണല്ലോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമരം. അതുകൂടാതെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് പറഞ്ഞു മറ്റേ കോൺക്രീറ്റ് റോഡിൻ്റെ. എൻ്റെ വാർഡിൽ ഞങ്ങൾ കയറിയ അവസരത്തിൽ 1 കിട്ടി. ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ 2 ആഴ്ച എൻ്റെ രണ്ടാമത്തെ എവിടെ ഞങ്ങളെ ലെറ്റർ ബേഡിൽ 5ഓ 6ഓ എൻ്റെ വാർഡിൽ ഇനിയുണ്ട് ചെയ്യാൻ. നമ്മൾ പ്രയോറിറ്റി മുഖേന എഴുതി കൊടുത്തിട്ട് എൻ്റെ വാർഡിൽ ആകെ 2 എണ്ണം ഞങ്ങൾ വാർഡിൽ കിട്ടിയിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നെയാണ് എൻ്റെ ഈ 2ാമത്തെ റോഡിൻ്റെ പണി കഴിഞ്ഞ്. അത് നമ്മുടെ ഒരുപാട് സമരം ചെയ്തിട്ട്. അതുപോലെ തന്നെ അംഗൻവാടികളുടെ കാര്യം, എൻ്റെ വാർഡിൽ 106 അംഗൻവാടി കുട്ടികൾ പറഞ്ഞയക്കാത്ത അവസ്ഥയായിരുന്നു. കാരണം മഴ ഭയങ്കര ശോചനീയാവസ്ഥയായിരുന്നു. 2 അംഗൻവാടിയാണ് എൻ്റെ വാർഡിൽ വരുന്നത്, 106, 104 കുഴപ്പമില്ല. 106 ഒരുപാട് ഞങ്ങൾ പറഞ്ഞിട്ടും അതിൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഷീറ്റ് ചോർന്നിട്ട് ഭയങ്കര കുട്ടികളെ ഞങ്ങൾ പറഞ്ഞയക്കില്ല എന്നുള്ള നിലപാടെത്തി. നമ്മളിവിടെ ഭരണസമിതിയിൽ വിഷയം ഉന്നയിക്കുമ്പോൾ എന്താ പൊതു സമീപനം എങ്ങനെയാണ് ഉണ്ടാവാറ്? ഞങ്ങൾ വിഷയം ഉന്നയിച്ചപ്പോൾ നമ്മളെ വളരെ അവഗണിച്ച് തന്നെയാണ്. ചെയ്യില്ല. ലാസ്റ്റാണ് നമ്മൾ സമരം ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ബഡ്ജറ്റിൽ നിന്നൊക്കെ ഇറങ്ങി പോന്നിരുന്നു. അങ്ങനെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയുകയും ചെയ്തു. കാരണം എൻ്റെ അംഗൻവാടി ഈ 106 അംഗൻവാടി ശരിയാക്കി തന്നില്ല. അത് ഞങ്ങളുടെ ഭാഗത്ത് ചോർന്നൊലിക്കുക, കുട്ടികളെ പറഞ്ഞയക്കുന്നില്ല. അതുപോലെ അവിടെ കുത്തിവയ്പ്പ് നടന്നിരുന്നു, അത് നിർത്തലാക്കി വേറെ ഭാഗത്താക്കി. ലാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ പൊരുതി നേടി എന്ന് തന്നെ പറയാം. എൻ്റെ അംഗൻവാടിയുടെ പണി കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ ഇപ്പോൾ കുട്ടികൾ വരുന്നു. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയാണ് AKG 106. ഇപ്പോൾ ഞങ്ങൾ പണി കഴിഞ്ഞു. ഇതേപോലെ ഈ കോൺക്രീറ്റ് റോഡിന് ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഏറ്റവും അവസാനം ഒരു മറുപടി ഉണ്ടായേക്കണേ വൈസ് പ്രസിഡന്റ്. നമുക്ക് അതിന്റെ ചർച്ചയുടെ അവസാനത്തിലേക്ക് കടന്നു. വികസന വിരോധികൾ എന്ന് പറയുന്നത് എന്തറിയോ, നമ്മൾ ഈ റോഡ് അക്കിക്കാവ് ബൈപ്പാസ് റോഡ് വരുമ്പോൾ അവിടെ ഒരു ആലുണ്ടായിരുന്നു. അപ്പോൾ ആല് മുറിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിന് 3-4 മാസമാണ് അതിൻ്റെ. BJP അല്ല, കോൺഗ്രസ് ആദ്യം അതവിടെ നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സാണ് സർവകക്ഷി യോഗത്തിൽ അതവിടെ നിലനിർത്താൻ ആവശ്യമായി. അത് കഴിഞ്ഞിട്ടുള്ള റോഡ് പണി മതി എന്ന് പറഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഓരോ പ്രശ്നങ്ങൾ. അതായത് ഇപ്പം നമുക്കറിയാലോ, ഒരു റോഡ് പണി ഉദ്ഘാടനം കഴിഞ്ഞ് അത് ജനങ്ങളെ ഏൽപ്പിക്കുന്നത് വരെ അതിനകത്ത് ഏതെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടില്ല. അതാർക്കും അറിയുമെന്നുള്ളത് എനിക്കറിയില്ല. ഇത് കിട്ടില്ല. അപ്പോൾ അന്ന് സിഗ്നലിൽ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ആ പ്രൊജക്റ്റ് ഒന്ന് നോക്കണ്ടേ, ഇതിൻ്റെ എന്തൊക്കെ ഉണ്ട് ഈ റോഡിനകത്ത് എന്നുള്ളത്. അപ്പോൾ അത്തരം സംവിധാനങ്ങളൊന്നും അറിയാതെ വെറുതെ ഇങ്ങനെ അവിടെ പൊളിഞ്ഞു ഇവിടെ പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഓരോ പണികൾ വരുമ്പോഴും അവരെ ചിറ്റിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ റോഡുമായി ബന്ധപ്പെട്ട് വികസന വിരോധികൾ തന്നെയാണ് കോൺഗ്രസ്. അത് അന്നും ഇന്നും എന്നും പറയുന്ന ഒരു രീതിയാണ്. അതൊന്നല്ല, ആ ലക്ഷ്യമൊന്നുമില്ല. അപകടം ഒഴിവാക്കാനുള്ള ലക്ഷ്യമൊന്നും അല്ലാതെ അപകടം ഒഴിവാക്കാൻ അവിടെ വലിയ അപകടങ്ങളൊന്നും കാലത്ത് 6 മണി മുതൽ വൈകിട്ട് വരുന്ന റോഡല്ലേ വരുന്നത്. ആ റോഡിൽ കൂടെ നമ്മൾ പറയുന്നത് ഒരു റോഡ് വരുമ്പോൾ ആ റോഡിന്റെ അറ്റം മുതൽ അറ്റം വരെ ഇത്ര സ്പീഡ് എന്ന് പറഞ്ഞ് ഓരോ ബോർഡും വെച്ചിട്ടാണ് ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പണികളുടെ ഇടയിൽ കയറി വന്നു കഴിഞ്ഞാൽ അപകടം തന്നെയല്ലേ ഉണ്ടാവുക. അതെന്താ പറയാത്തത്? ആ റോഡുകൾ പണിയുമ്പോൾ എല്ലാ ഭാഗത്തും ഒരു 5 മീറ്റർ കഴിഞ്ഞാൽ ബോർഡ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം മാറ്റിമറിച്ച് വരുമ്പോൾ കാലത്ത് 6 മണി മുതൽ രാത്രി 7 മണി വരെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ വലുതായിട്ട്. അതിന് ശേഷം വരുന്നതാണ്. അപ്പോൾ നല്ല സ്പീഡ് വരുന്നുണ്ട്. സ്പീഡ് റോഡിൻ്റെ നല്ല ഗുണം എന്ന് വരുമ്പോൾ സ്പീഡ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 ഗ്രൗണ്ട് ഉണ്ടായിട്ടും ഈ പഞ്ചായത്ത് ഞാൻ പറഞ്ഞത് അത് പറയാനാണ് ഞാൻ വന്നത്. അതായത് ഗ്രാമപഞ്ചായത്തിനകത്ത് 2 ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ട് ഇവർ പോയി കണ്ടിട്ടില്ല എന്നുള്ള ഒരു സംശയമുണ്ട്. ഇപ്പോൾ BJP മെമ്പറായാലും മറ്റേ കോൺഗ്രസിൻ്റെ മെമ്പറായാലും ഈ ഗ്രൗണ്ട് എന്താണ് അവസ്ഥ, ഒരു ഗ്രൗണ്ട് എന്താണ് അവസ്ഥ? ഇല്ല, കാണില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. ആ ഗ്രൗണ്ട് ഏകദേശം 4 ആള് നിൽക്കുന്ന തരത്തിലുള്ള ഒരു കുഴിയായിരുന്നു. ഏകദേശം വരുന്ന ഒരു 50 സെൻറ്റോളം വരുന്ന ഭൂമി.
ആ ഭൂമി ഈ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മണ്ണെടുത്ത് ആ കുഴി നമ്മൾ ഫുള്ളായി തീർത്ത് ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ചുറ്റുമതിൽ കെട്ടി അങ്ങനെ ഗ്രൗണ്ട് ആ നവീകരണം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. മേഖലയ്ക്ക് വേണ്ടി കുട്ടികൾക്ക് കേരളോത്സവം ഒന്നും ചെയ്തിട്ടില്ല. കേരളോത്സവം നമ്മൾ അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. കേരളോത്സവം ഈ 5 വർഷവും ഏറ്റവും കൂടുതൽ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പങ്കാളിത്തവും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നടത്തിയ ഒരു പഞ്ചായത്താണ് കേരളോത്സവം. ഇപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു, അത് അറിയാതെയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ ഗ്രൗണ്ടും ഇപ്പോൾ നമുക്ക് ഫുട്ബോൾ കളിക്കാൻ അതിൻ്റെ ഒരു ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഓട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ 5000 മീറ്ററൊക്കെ ഓട്ടം വെക്കാറില്ല. അത് റൗണ്ട് ചെയ്ത് വരുന്ന കായിക താരങ്ങളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർ തന്നെയാണ് നിലവിൽ ഈ ഗ്രൗണ്ടിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി അത്തരം പരിപാടികൾ, അത്തരം മത്സരങ്ങൾ നടത്താറുള്ളത് അവരുടെ ആവശ്യപ്രകാരം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ അത് കലാമത്സരം, ഇത് അവർക്ക് നൈപുണ്യം. നമ്മൾക്ക് കടങ്ങോട് പ്രധാനപ്പെട്ട കാര്യം ഈ അംഗൻവാടിയുടെ കാര്യം പറഞ്ഞു. അംഗൻവാടി ചോർന്നൊലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. കുട്ടികൾക്ക് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ വാർഡിനോട് നിരന്തരം ഭരണസമിതിയിൽ പറഞ്ഞിട്ട് പോലും LDF ഭരണസമിതി ആ ആവശ്യങ്ങൾ കേൾക്കാതെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ അംഗൻവാടി പ്രശ്നങ്ങളുണ്ടായി. ഏറ്റവും അവസാന സമയത്താണ് അംഗൻവാടി പുനരുദ്ധരിച്ചതെന്നാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസ് മെമ്പർ. അതായത് നമുക്ക് 30 അംഗൻവാടി ഉണ്ട്. അംഗൻവാടികൾക്ക് ചെലവഴിക്കാവുന്ന ഫണ്ട് ഉണ്ട്. ആ ഫണ്ട് വരുമ്പോൾ അതിന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് കൊടുക്കുക. ഇതിനേക്കാട്ടിലും ഞാൻ പറയുന്നത് ഇതിനേക്കാട്ടിലും ശോചനീയമായ അവസ്ഥയിൽ അംഗൻവാടികൾ അപ്പുറത്തുണ്ടായിരുന്നു. അത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഭരണപക്ഷ വാർഡുകളല്ല മുഴുവൻ നമ്മൾ പറയുള്ളൂ. ആദ്യം തൊട്ട് 30 അംഗൻവാടികൾ 18 വാർഡുകളിലായി നമ്മൾ അങ്ങനെയാണ് ഫണ്ട് കൊടുക്കുന്നത്. അതവർ പറഞ്ഞു. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. ഈ പറയുന്ന രീതിയിൽ വരുന്നതാണ്. ഇതൊക്കെ നമ്മൾ നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഈ കായിക താരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ജില്ലയ്ക്കകത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ കരാട്ടെ, യോഗ, ചിത്രരചന, പാട്ട്, അതുപോലെ തന്നെ ഇങ്ങനെ പ്രായപരിധി ഇല്ലാതെ മുഴുവൻ ആളുകൾക്കും ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത്. എല്ലാ ശനിയും കലാരംഗത്തെ ആരോപണമല്ല, അവർ കായിക രംഗത്ത് ബന്ധപ്പെട്ട ആരോപണമാണ് BJP അംഗം ഉന്നയിച്ചത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ഇതേ അളവ് തന്നെയാണ് അവരുടെ, അതായത് സ്പോർട്സ് മികവിൽ പങ്കെടുക്കുന്ന ആളുകളെ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ പരിപാടികൾ ചെയ്യുന്നുണ്ടത്. ഏറ്റവും അവസാനം തീർച്ചയായും സമയപരിധി ഉണ്ട്. ഏറ്റവും അവസാനമായിട്ട് തുടർച്ചയായി 10 വർഷം LDF ഭരിക്കുന്നു. ഇനി ഹാട്രിക് ഭരണത്തിലേക്ക് ചുവടുവെക്കുമോ? എത്രമാത്രം ആത്മവിശ്വാസം ഉണ്ട്? ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് ലഭിക്കും? വീണ്ടും തുടർഭരണത്തിലേക്ക് LDF പോകുമോ? എന്താ സംശയം? 21 സീറ്റുമായി കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനകത്ത് LDF ഭരണത്തിൽ വരും. ഒരു സംശയവുമില്ല. മുഴുവൻ സീറ്റ് കൊടുത്തിട്ട് വരും. ഓവർ കോൺഫിഡൻസ് ആണ്? ഓവർ കോൺഫിഡൻസ് അല്ല. നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടാണ് നമ്മളിത് പറയുന്നത്. കോൺഗ്രസിനും BJPക്കും സീറ്റൊന്നും കിട്ടില്ല, മുഴുവൻ സീറ്റ് LDF കിട്ടും. 21 വാർഡിലും 21 സീറ്റുമായി LDF ഭരണത്തിൽ. തീർച്ചയായും ഇതാണ് പ്രതീക്ഷ. BJPയുടെ പ്രതീക്ഷകൾ എത്രമാത്രമാണ്? കഴിഞ്ഞ തവണ വലിയൊരു അത്ഭുതം ഉണ്ടായി, ഇത്തവണ അത്ഭുതം തുടർച്ച ഉണ്ടാകും. എത്ര സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നുണ്ട്? BJP സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ഈ ചർച്ചയിൽ സൂചിപ്പിക്കാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പന്നിത്തടത്തിൻ്റെ വികസനത്തിനും ബസ് സ്റ്റോപ്പിൻ്റെയും കാര്യം അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ കാര്യം മാത്രം പറയാനുള്ളതല്ല. ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചായത്തിൽ ഇന്നും ടോയ്ലറ്റ് ഇല്ലാത്ത ആളുകളുള്ളൊരു പഞ്ചായത്താണ്. വെളിയുടെ വിസർജ്യമുക്ത പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ഇന്നും ടോയ്ലറ്റ് ഇല്ലാത്ത വീടുകളും ഒട്ടനവധി വീടുകളിൽ അപകടാവസ്ഥയിലുള്ള ടോയ്ലറ്റുള്ള വീടുകളാണ്. നമ്മളൊന്ന് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അത് അനുഭവിക്കുന്ന ആളുകൾക്ക് അറിയുള്ളൂ. നമ്മൾ ഗ്രൗണ്ടിൻ്റെ വിഷയം പറഞ്ഞിട്ട് ഗ്രൗണ്ടിൻ്റെ വിഷയത്തിന് നമുക്കറിയാൻ പറ്റും. ഇനി കായിക താരങ്ങൾ അവിടെ പ്രതിഷേധങ്ങൾക്ക് തയ്യാറായിട്ട് നിൽക്കുക, ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുക. ഈ ടോയ്ലറ്റ് പ്രശ്നം നിലവിലുള്ളതാ, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നിലവിലുള്ളതാ. ഈ കാർഷിക മേഖലയിലെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതമാണ് വന്യജീവി പ്രശ്നം. വന്യജീവികളുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഇന്നേ വരെ പറ്റിയിട്ടില്ല. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് അറിയാം, നമുക്കറിയാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഈ പദ്ധതി ഇന്നും കിട്ടാത്ത ആളുകൾ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലുണ്ട്, ഒട്ടനവധി ആളുകളുണ്ട്. ആ പൈസ കിട്ടിയ കഴിഞ്ഞാൽ ആ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭൂമി നരേന്ദ്രമോദി കൊണ്ടുപോകുന്ന കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ പറഞ്ഞത്. അത്ര കർഷകർക്ക് നേരിട്ട് എത്തുന്ന പൈസയാണ്. ഇപ്പോൾ 20-21 ഗഡു പൈസ വന്നിക്കുക. ഇന്നും കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പല വാർഡുകളിലും കിട്ടിയിട്ടില്ല പൈസ, പല ആളുകൾക്കും കിട്ടിയിട്ടില്ല. അതിനെതിരെ അവർ കൃത്യമായിട്ട് കള്ളപ്രചരണങ്ങൾ നടത്തി. ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് നരേന്ദ്രമോദിയുടെ പദ്ധതി വന്നു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും കൂടി നരേന്ദ്രമോദിയുടെ കൂടെ പോയില്ലോ എന്ന് അവരുടെ ആരോപണം. സാധാരണക്കാരന് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നരേന്ദ്രമോദി കൊടുക്കുന്ന പദ്ധതികളാണ് കർഷകർക്ക് വേണ്ടി. എല്ലാവർക്കും നേരിട്ട് അക്കൗണ്ടിലേക്ക് വരുന്ന പൈസയാണ്. കർഷകരെന്ന എല്ലാവർക്കും 5 ഏക്കറിൽ കൂടുതൽ ഭൂമിയില്ലാത്ത മുഴുവൻ ആളുകൾക്ക് അപേക്ഷ കൊടുക്കാം. ഇൻകം ടാക്സ്, അതുപോലെ തന്നെ ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനത്തെ ആളുകളല്ലാത്ത സാധാരണക്കാരായ കർഷകർക്കൊക്കെ കിട്ടുന്ന പൈസയാണ്. കാർഷിക മേഖലയെ വളർത്തിയെടുക്കാൻ കടങ്ങോട് പഞ്ചായത്ത് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇത് വെറുതെ പറയുന്നതല്ല. വന്യജീവി വിഷയം നിരന്തരം കർഷകർ പറയുന്നൊരു പ്രശ്നമാണ്.
നമുക്കറിയാം ആരോഗ്യ മേഖല കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ഇത്രയധികം ആളുകൾ ഉള്ള പഞ്ചായത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു മാസത്തേക്കുള്ള മരുന്ന് പോലും കൊടുക്കാൻ പറ്റാത്ത ഗ്രാമപഞ്ചായത്തായിരുന്നു. പൈസ നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ പൈസ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ എത്രത്തോളം അത് കാര്യക്ഷമമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നു. ഒരു മാസത്തെ പൈസ മരുന്ന് വാങ്ങിക്കാൻ പറ്റാത്ത രോഗികൾ നിരന്തരം പ്രതിഷേധത്തിലായിരുന്നു. പല രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധം നടത്തിയിട്ടുള്ളതാണ്. ഒരു ആംബുലൻസ് സംവിധാനം അവിടെ ഉണ്ട്, നേരത്തെ പറഞ്ഞു. ആംബുലൻസ് സംവിധാനം പഞ്ചായത്ത് സെക്രട്ടറി പോലെ കാലത്ത് 10 മണിക്ക് വന്ന് 5 മണിക്ക് അവിടെ കയറ്റിയിട്ടിട്ട് പോവുക. വൈകുന്നേരം 5 മണിക്ക് പഞ്ചായത്തിൻ്റെ ഉള്ളിൽ ഗേറ്റ് പൂട്ടിയിട്ട് പോകുന്ന ആംബുലൻസ് സംവിധാനമാണ്. അതൊന്ന് കൃത്യമായി 24 മണിക്കൂർ സർവീസ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ചിലപ്പോൾ രാത്രികളിൽ ആളുകൾ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ വണ്ടി വന്നിട്ട് എടുത്തിട്ട് പോകുന്നുണ്ടാവാം. ഞാൻ പറയുന്നത് വളരെ കൃത്യമാണ്. ഒരു ആംബുലൻസ് സംവിധാനമാണെങ്കിൽ 24 മണിക്കൂറും വിളിച്ച വിളിപ്പുറത്ത് അപകടാവസ്ഥയിൽ വരേണ്ട ഒരു ആംബുലൻസ് സംവിധാനം അതുപോലും നടപ്പിലാക്കാൻ ആരോഗ്യ മേഖലയിൽ സാധിച്ചിട്ടില്ല. സമസ്ത മേഖലകളിലെ പ്രശ്നമാണെന്ന് പറയുന്നത്. നമുക്കറിയാൻ പറ്റും തൊഴിലുറപ്പ് പദ്ധതി. ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏകദേശം 1700ഓളം ആളുകൾ പണിക്കിറങ്ങുന്ന ആളുകൾ, ഒരു 1000 പേര് ആക്റ്റീവ് പണിക്കാരുണ്ട്. ഈ 1000 പേരിൽ 500 പേർക്ക് പോലും 100 പണി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ 100 പണി കൊടുത്താൽ അവർക്ക് 1000 രൂപ കിട്ടും. 1000 രൂപ വെച്ചിട്ട് അവർക്ക് ബോണസ് കിട്ടുന്നതാ. ആ 100 പണി കൊടുത്താലല്ല 1000 രൂപ കൊടുക്കണ്ടോ? ആ പൈസ കിട്ടാനോ 100 പണി കൊടുക്കാനോ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. പറയുന്ന സമയത്ത് ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് സാധാരണ പാവപ്പെട്ട തൊഴിലാളികളെ മാറ്റി നിർത്തുക, അവർക്ക് 100 പണി കൊടുക്കാത്ത സാഹചര്യം. ഒരു പുതിയ തൊഴിലുറപ്പ് തൊഴിലാളി പോലും ഒരു വാർഡിൽ വരുന്നില്ല. പണി കിട്ടണില്ല, അവർക്ക് വരുമാനം കിട്ടണില്ല. 10 ദിവസം പണി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 20 ദിവസം ലീവ് എടുക്കണം, വീട്ടിലിരിക്കണം. സാധാരണക്കാർ പണിയെടുത്ത് ജീവിക്കുന്ന കുടുംബങ്ങളാണ്. അത് തൊഴിലുറപ്പ് മേഖല. കുടുംബശ്രീ മേഖല നോക്കി നോക്കിയേ, 3700ഓളം കുടുംബശ്രീ അംഗങ്ങളുള്ള കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ഒരു കുടിൽ വ്യവസായം തുടങ്ങാനോ ഒരു സംരംഭങ്ങൾ തുടങ്ങാനോ ഒരു വാർഡിൽ ചുരുങ്ങിയത് 15-20 സംഘങ്ങളുണ്ട്. ഇത്രയധികം കുടുംബശ്രീ സംഘങ്ങൾ ഉണ്ടായിട്ട് അവരെ ഡെവലപ്പാക്കി കൊണ്ടുവരാൻ അവരുടെ വീട്ടിലേക്ക് ഒരു വരുമാനത്തിനോ ഈ കുടുംബശ്രീ എന്തിനാണ് തുടങ്ങിയിരിക്കുന്നത്? ആകെ കൂടി അവർക്ക് അറിവിലുള്ളത് മരണപ്പെട്ട് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ കിട്ടുന്ന ഒരു ഇൻഷുറൻസ് ഉണ്ട്. നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് പോലും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാ മേഖലയിലും പ്രശ്നമാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ. നമ്മൾ ഒരു ആരോപണം പറഞ്ഞ് LDF സംവിധാനത്തിനെ താറടിച്ച് കാണിക്കാനോ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറയാനോ ജനങ്ങളുടെ മുന്നിൽ പറയാനല്ല. സമസ്ത മേഖലകളിലെ പ്രശ്നങ്ങളാണ്. റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും BJP സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ട് പറയാം. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് പരിശോധിച്ചറിയാൻ കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് എല്ലാ മേഖലയിലും. നേരത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ ജലജീവൻ പദ്ധതി ഉൾപ്പെടെ മിനി MCF, സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ 35 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഏത് കാലഘട്ടത്തിലാണ് കടങ്ങോട് പഞ്ചായത്തിൽ ഇത്രയധികം സ്ട്രീറ്റ് മെയിൻ വലിച്ച് ബൾബിട്ട് കൊടുത്തിരിക്കുന്നത്? ഞാൻ സ്ട്രീറ്റ് മെയിൻ കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കടങ്ങോട് പഞ്ചായത്തിൽ 5 കിലോമീറ്ററിൻ്റെ മേലെ സ്ട്രീറ്റ് മെയിൻ കിട്ടിയിട്ടുള്ള വാർഡ് 4-ാം വാർഡ്. അത് വാർഡ് മെമ്പർമാർ ഇന്നും സമ്പൂർണ്ണ സ്ട്രീറ്റ് മെയിൻ നടപ്പിലാക്കി എന്ന് പറയുന്ന കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കള്ളാണത്. പല പദ്ധതികളിലും പ്രസംഗത്തിലും പറഞ്ഞിട്ടുള്ളതാണ്, വികസന രേഖയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. പച്ചക്കള്ള സമ്പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും, അത് നമ്മൾ അംഗീകരിക്കുന്നു. പല വാർഡുകളിലും കിലോമീറ്ററുകളോളം ഇനി വലിക്കാൻ കിടക്കുകയാണ്. ആ സാഹചര്യം കടങ്ങോട് പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാർക്കും എല്ലാ വർഷവും ഒരു വർഷം 100 മീറ്റർ വെച്ചിട്ട് ഓരോ മെമ്പർമാർക്ക് കിട്ടിയിരുന്നത്. ഈ 5 വർഷ കാലയളവിൽ കേന്ദ്ര സർക്കാരിൻ്റെ 35 ലക്ഷം രൂപ വന്ന ആ സാഹചര്യത്തിൽ സമ്പൂർണ്ണമായി നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ വാർഡിൽ 5 കൊല്ലമൊക്കെ കിട്ടിയിട്ടുണ്ട്, 5 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. ആ കേന്ദ്ര സർക്കാർ ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. കോൺക്രീറ്റ് റോഡാണെങ്കിലും ഇൻഷുറൻസ്, അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് വാർഡുകളിലെ പല പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കിട്ടാത്ത പദ്ധതികൾ നമ്മൾക്കറിയാൻ പറ്റും. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആട്ടുംകൂട്, കോഴിക്കോട്, തൊഴുത്ത്, കിണർ റീചാർജ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ വാർഡിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നാട്ടിൽ കടങ്ങോട്ടത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം BJPയുടെ കൃത്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, അതായത് ജനകീയ വിഷയങ്ങളിലെ പ്രതിഷേധം. അതുപോലെ തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കാൻ BJPയുടെ ഇടപെടൽ. 18 വാർഡിൽ BJPക്ക് സ്ഥാനാർത്ഥികളുണ്ട്. 3 വാർഡിൽ NDA നേതൃത്വം കൊടുക്കുന്ന 18 വാർഡുകളിൽ സ്ഥാനാർത്ഥികളുണ്ട്. കൃത്യമായിട്ട് 10 വാർഡുകളിൽ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. ഈ നാട്ടിലെ ആളുകളുടെ അവരുടെ കൃത്യമായിട്ടുള്ള അവരുടെ ഹൃദയത്തിൻ്റെ അംഗീകാരം നമുക്ക് അനുകൂലമാവുകയാണെങ്കിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുക BJP ആയിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, BJPയുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനം. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJP ത്രികോണ മത്സരങ്ങളിൽ മത്സരിക്കുന്ന 10 വാർഡുകളുടെ അനുകൂലമായിട്ട് വരികയാണെങ്കിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക BJP ആയിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ കോടിക്കണക്കിന് രൂപ, അതായത് 100 കോടി രൂപയുടെയെങ്കിലും വികസനം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കടങ്ങോട് പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിലും അടിസ്ഥാന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഈ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും വികസനം 100% കൊണ്ടുവരുന്നതാണ് BJPക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായും
ശ്രീമതി സൈബുന്നിസ, കോൺഗ്രസിന് വലിയൊരു കുത്തക ഉണ്ടായിരുന്ന സംഘടനാ സംവിധാനം വളരെ സക്രിയമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പഞ്ചായത്ത് രാജ് കഴിഞ്ഞ ശേഷം പതിറ്റാണ്ടുകളോളം കോൺഗ്രസ് ഭരിച്ചു. സമീപകാലത്താണ് കോൺഗ്രസ് ക്ഷയിച്ചത്. എന്നാൽ ഇത്തവണ തിരിച്ചു വരാൻ, വളരെ ശക്തിയോടെ തിരിച്ചു വരാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് വലിയ പ്രതീക്ഷയുണ്ട്. ശക്തിയായി തിരിച്ചു വരും. ഈ 10 വർഷത്തെ വികസന മുരടിപ്പിനെതിരെ ഞങ്ങൾ 21 വാർഡും തിരിച്ചു പിടിച്ച് എല്ലാ തലത്തിലും ഞങ്ങൾ വികസനം കൊണ്ടുവരും. എത്ര സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ? ഞങ്ങൾ 21 സീറ്റും പ്രതീക്ഷിക്കുന്നു. മുഴുവൻ സീറ്റും പിടിച്ചെടുത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ, LDF വികസന മുരടിപ്പിനെതിരെ ഞങ്ങൾ ശക്തമായി തിരിച്ചു വരും. ഏറ്റവും അവസാനമായിട്ട് വൈസ് പ്രസിഡന്റ് അവസാനം ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് മറുപടി പറയാൻ സാധിക്കും. ആരോഗ്യ മേഖല, തൊഴിലുറപ്പ്, അതായത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിന് തെറ്റായ നയങ്ങൾ മൂലമാണ് 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഈ പണിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ വന്ന നിയമങ്ങൾ 18 വയസ്സിന് മീതെ രജിസ്ട്രേഷനും ഇല്ല. 100 തൊഴിൽ ദിനം കൊടുക്കാൻ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തരുന്ന 100 ദിനങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു പോയതാണ്. സംസ്ഥാന സർക്കാരാണ് ഈ 1000 രൂപ ഉത്സവപ്പത്ത കൊടുക്കുന്നത്. അപ്പോൾ പണിയെടുക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ മൂലമാണ്. അതിനി ഈ പദ്ധതി എങ്ങനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ്. യെസ്, അതാണ് പരിപാടി. തുരങ്കം തന്നെയാണ്. മരുന്നൊക്കെ ക്ലിയർ ആണ്. അങ്ങനെ ഒരു പരാതിയോ എല്ലാം 24 മണിക്കൂറും തന്നെയാണ് ആംബുലൻസ് സംവിധാനം. അതിൻ്റെ ഭാഗമായി ഓഫീസാണ്. അതൊരു പ്രൈവറ്റ് മേഖലയിലുള്ള ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ പഞ്ചായത്ത് സർവീസാണ് എന്നുള്ളത് കൊണ്ടുള്ള കുറവുകളുള്ള 24 മണിക്കൂറും ആ സർവീസ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ കിലോമീറ്ററോളം അകലെ എന്ന് പറയുന്നത് ഒരു ആംബുലൻസ് സംവിധാനത്തിന്റെ നിയമങ്ങൾ പാലിച്ചിട്ട് നടപ്പിലാക്കേണ്ടത് എങ്ങനെയാ? അപ്പൊ അതിലൊക്കെ വെറും ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ എന്ന രീതിയിൽ പ്രശ്നമായതുകൊണ്ട് പറയാണ് 24 മണിക്കൂറും ആംബുലൻസിലെ ഡ്രൈവർ വേണം, അതല്ലെങ്കിൽ ഡബിൾ ഡ്രൈവർ വേണം. അതിന്റെ നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ 2 കിലോമീറ്റർ അപ്പുറത്ത് ഡ്രൈവർ പറഞ്ഞു. കിസാൻ പദ്ധതി പഞ്ചായത്തോട് യാതൊരു ബന്ധവുമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, കുറെ അറിയാത്ത കുറെ കാര്യങ്ങൾ വെച്ച് നമ്മളോട് കിസാൻ വ്യാജ പ്രചരണം. അതന്നെ, അതായത് കിസാൻ പദ്ധതി നമ്മൾ യാതൊരു ബന്ധവുമില്ല. പഞ്ചായത്ത് ഒന്നുമില്ല. എന്തിനാ LDF വ്യാജ പ്രചരണം നടത്തുന്നത്? 2000 രൂപ കിട്ടുന്നത് ജനത്തിനാണ്. അത് നേരിട്ട് അക്കൗണ്ട് വഴിയാണ്. അത് കിട്ടാത്തതിന് നമ്മളെന്താ ഗവൺമെന്റ് അയക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പൊ നമുക്ക് അതിന് മേലെ പ്രശ്നങ്ങളുണ്ട്. ആധാർ കാർഡ് ബേസ് ചെയ്ത് പെൻഷൻ പദ്ധതി 3000 ആളുകൾക്ക് ഈ 5 വർഷക്കാലം 3000 പേർക്ക് പെൻഷൻ അനുവദിച്ചു കൊടുക്കാൻ പഞ്ചായത്ത് അതിന്റെ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പഞ്ചായത്താണല്ലോ അംഗീകരിക്കുക. ആ പഞ്ചായത്ത് 3000 പേർക്ക് പെൻഷൻ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഈ 5 വർഷ കാലയളവിൽ. അങ്ങനെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങളാണ് ഈ 5 വർഷക്കാലം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടൊരു അതിൻ്റെ എല്ലാം അല്ല, BJP 3 വാർഡിൽ ദേശീയ പാർട്ടിയാണ്. ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളാണ്. 21 വാർഡിനകത്ത് നിർത്താൻ പോലും അവർക്ക് ശേഷിയില്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. NDA ആയാലും BJP ആയാലും. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അവർ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ദേശീയ പാർട്ടിയാണ്, എല്ലാ ഭാഗത്തും ഉള്ള ആളുകളാണ് എന്ന് അവർ പറയുമ്പോൾ ഇത്ര തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായും വളരെ സജീവമായ ഒരു ചർച്ചയ്ക്ക് സമാപനമാവുകയാണ്. ജനുവരി 2025 മറ്റൊരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്ന PS പുരുഷോത്തമനെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ BJP അംഗം അഭിലാഷിനെ, പിന്നെ ശ്രീമതി സൈബുന്നിസ ഷർഫു, 3 പേരും ഹസ്തദാനം നൽകിയ ശേഷം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു പഞ്ചായത്തിൻ്റെ അവലോകനവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.